ഹലോ എവരി വൺ. ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന പോലീസിലേക്കുള്ള ഗ്ലോറിയസ് ആയ ഒരു പോസ്റ്റിന്റെ എക്സാമിനേഷൻ ഇന്ന് നടന്നു. അപ്പൊ ആ എക്സാമിനേഷനിൽ ഫിസിക്സും കെമിസ്ട്രിയുമാണ് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കും എക്സാം എഴുതിയവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും കൂടി രണ്ടും ഈക്വൽ എന്ന പോലെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. മേ ബി കുറച്ച് കൂടുതൽ വെയിറ്റേജ് കെമിസ്ട്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഫിസിക്സ് നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു 40-45 അല്ലെങ്കിൽ 50 അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിസിക്സ് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ആൻസേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ആൻസർ കീ എങ്ങനെയൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ് വരുന്നത് എന്നുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. we can move to first question. Question number 1. A bullet of mass 0.01 kilogram is fired into a block of 2 kilogram resting on a smooth surface. If the bullet embeds in the block and the velocity of bullet before the impact is 300 meter per second, find their common velocity. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോ നമുക്ക് ഇത് നമ്മുടെ ഈ പറയുന്ന ലോ ഓഫ് കൺസർവേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു ആ സമയത്ത് വരെ നമുക്ക് നമ്മുടെ ഇക്വേഷനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതൊരു പ്രോബ്ലം ആണ്, കൺസർവേഷൻ മൊമെന്റം കൺസർവേഷൻ വെച്ചിട്ടോ. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? ഇക്വേഷൻ വരുന്നത് എം യു അല്ലെ. ഇക്വേഷൻ വരുന്നത് എം യു ഈസ് ഈക്വൽ ടു, അതായത് ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി. ബുള്ളറ്റിന്റെ മാസ് നമ്മൾ സ്മോൾ എം ആയി കൺസിഡർ ചെയ്യുന്നു, ബുള്ളറ്റിന്റെ വെലോസിറ്റി നമ്മൾ സ്മോൾ യു ആയി കൺസിഡർ ചെയ്യുന്നു. സോ എം ഇൻറ്റു യു ഈസ് ഈക്വൽ ടു സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി അല്ലെ. ബിഫോർ ഫയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേയും അതിനുശേഷവുമുള്ള മൊമെന്റം കൺസർവേഷൻ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എം ഇൻറ്റു യു ഈസ് ഈക്വൽ ടു ആഫ്റ്റർ എം പ്ലസ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഗണ്ണിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ബിഫോർ ദ ഇമ്പാക്ട്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ബിഫോർ ദ ഇമ്പാക്ട്? ഫൈൻഡ് ദർ കോമൺ വെലോസിറ്റി. കോമൺ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. കോമൺ വെലോസിറ്റി ഏതാണ്? വി ആണ്. ദിസ് ഇസ് ദ വെലോസിറ്റി, യു ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. സോ വി ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു യു എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും അല്ലെ. v is equal to m into u divided by m plus capital M. അന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടും? v is equal to 0.01 into 300 അല്ലെ, ഡിവൈഡഡ് ബൈ 2.01 എന്ന് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ we will be getting the answer 1.5 meter per second. That is option A is the right answer. First question, കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻ എം യു ഈസ് ഈക്വൽ ടു എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി. അതായത് ബിഫോർ ദ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്ഫിയർ ആൻഡ് എ സോളിഡ് സിലിണ്ടർ, രണ്ട് ബോഡീസ്, ഒന്നൊരു സോളിഡ് സ്ഫിയറും ആണ്, ഒന്നൊരു സോളിഡ് സിലിണ്ടറും ആണ്. രണ്ടിന്റെ പ്രത്യേകത എന്താ? ഈച്ച് ഓഫ് സെയിം മാസും റേഡിയസും ആണ്. റോൾ ഡൗൺ ആൻഡ് ഇൻക്ലൈൻ, അതൊരു നമ്മളൊരു ചെരിവിലൂടെ അത് റോൾ ഡൗൺ ചെയ്യുന്നു. വിച്ച് വൺ റീച്ചസ് ദ ബോട്ടം ഫസ്റ്റ്? ഏതാണ് ബോട്ടത്തില് അല്ലെങ്കിൽ ബോട്ടത്തിൽ ഫസ്റ്റ് എത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ ഈ പറയുന്ന സോളിഡ് സ്ഫിയറും ഉണ്ട്, സോളിഡ് സിലിണ്ടറും ഉണ്ട്. കറക്റ്റ് ആയ ആൻസർ സ്ഫിയർ ആണ്. അതായത് 2/5 mr² എന്ന് വരും നമുക്ക് അവിടുത്തെ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ സോളിഡ് സ്ഫിയറും സോളിഡ് സിലിണ്ടറും കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ബോട്ടത്തിൽ ഫസ്റ്റ് എത്തുക എന്നാണ് ഓപ്ഷൻ. സോളിഡ് സ്ഫിയർ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, അടുത്തത്. The amplitude of a damped oscillator decreases to its half in its initial value in 10 seconds. The logarithmic decrement is. So the logarithmic decrement eta is equal to ln a1 by a2 എന്നാണ് ഇക്വേഷൻ. അതിപ്പോ എങ്ങനെയാണ്? നമുക്ക് ഹാഫ് ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ln2 എന്ന് കിട്ടും അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാവുന്നത്? ഇനീഷ്യൽ ഡിക്രീസസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂന്റെ ഹാഫ് ആവും, അപ്പൊ ln2 എന്ന് വരും. ln2ന്റെ വാല്യൂ എത്രയാണ്? 0.693 ആണ്. ഓപ്ഷൻ
സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3ക്ക്. ഓക്കെ, ഇത് ഓസിലേഷൻസ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ പറയുന്ന പോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസിന്റെ സോളിഡിന്റെ സിലിണ്ടറിന്റെ അതുപോലെ തന്നെ ഡിസ്കിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കാൻ നമുക്കൊരു ഭാഗം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ബേസിക് ആയിട്ട് ഡൈനാമിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തതും വേവ്സ് എന്ന ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് വേവ് വന്നിട്ടുണ്ട്. y1 is equal to 0.02 sin 100 pi t, y2 is equal to 0.02 100 sin into 100 pi t plus pi by 2. അവരെന്താണ്? they are superimposed. Resultant amplitude A will be equal to root of ഒന്നാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് that is 0.02 square plus രണ്ടാമത്തെ ആളുടെ 0.02 square അല്ലെ, റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 0.028. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റായ ആൻസർ ഓപ്ഷൻ ബി ആണ്. വേവ്സ് എന്ന ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. എ കാർ ഹോൺ എമിറ്റ്സ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 500 ഹെർട്സ്. 500 ഹെർട്സ് ആണ് അവിടുത്തെ ഫ്രീക്വൻസി. If the car moved towards a stationary observer with a speed of 30 meters per second, observed frequency is approximately. എന്താണ് observed frequency എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ എഫ് വന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 500 ഹെർട്സ് ആണ്. പിന്നെ വി എസ് വന്നിട്ടുണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി ഈസ് ഈക്വൽ ടു 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആയതുകൊണ്ട് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 330 divided by 330 minus 30. That is 500 into 330 divided by 300 എന്ന് കിട്ടും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 550 ഹെർട്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ 550 ഹെർട്സ്. ഓപ്ഷൻ എ ബട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ 550 ഹെർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് പോസ്റ്റുലേറ്റ്, ഐൻസ്റ്റീന്റെ പോസ്റ്റുലേറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ലൈറ്റിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണെന്നാണ് ചോദിക്കേണ്ടത്. ഡിപ്പെൻഡ് ഓൺ ഒബ്സർവർ ആണോ, ഡിപ്പെൻഡ്സ് ഓൺ ദ മോഷൻ ഓഫ് ദ സോഴ്സ് ആണോ, ഈസ് കോൺസ്റ്റന്റ് ഇൻ ഓൾ ദ ഇനേർഷ്യൽ ഫ്രെയിംസ്, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ഈസ് കോൺസ്റ്റന്റ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. A moving clock appears to tick once every 2.5 seconds. So the equation for a stationary observer, so t is equal to t0 divided by root of 1 minus b square by c square. If the clock's proper period is 2 seconds, find the speed of the clock. So we will be getting t divided by t0 is equal to 1 divided by root of 1 minus b square by c square. അല്ലെ, 2.5 divided by 2 തന്നിട്ടുണ്ട് അല്ലെ. t0 it is equal to 2.5 1 divided by root of 1 minus b square by c square അല്ലെ. അപ്പോ നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് റൂട്ട് ഓഫ് 1 minus b square by c square is 0.8, b square by c square is 0.36, that is b is 0.6 c എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കറക്റ്റായ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഭാഗത്ത്, ഇതും അതേ റിലേറ്റിവിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6ഉം റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതും റിലേറ്റിവിറ്റി നമ്മൾ തന്നെ ക്ലാസ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ. റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള സർഫസ് ടെൻഷന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. A soap bubble of radius 2 cm has surface tension of 0.03 Newton per meter. The excess pressure inside the bubble ആയതുകൊണ്ട് the excess pressure delta P is equal to 4T divided by R. It is equal to 4 into tension 0.03 divided by R, that is 2. 2 എന്ന് പറയുമ്പോൾ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് 0.02 കിട്ടും അല്ലെ. ചെയ്ത് കഴിഞ്ഞാൽ we will be getting 6 Newton per meter square. That is option D is the right answer. Question number 8. This question is from the portion of surface tension. Surface tension എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A copper wire of length 2 meter, length 2 meter ആണ്, radius 1 millimeter ആണ്, is hung vertically and loaded with a weight of 1 kilogram
അവിടുത്തെ യങ്സ് മോഡുലസ് വന്നിട്ട് 2 × 10⁻10 Nm/m². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വയർ അല്ലെ. ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്, എലോങ്ങേഷൻ. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു വൈ. എഫ് എന്ന് പറയുന്നത് 10 × 2 divided by a, that is 3 × 10⁻⁻6 into 2 × 10⁻10 അല്ലെ. That is equal to 20 divided by 6 × 10⁻4 and 3 × 10⁻⁻4 meter is the right answer. 20/6 അല്ലെ. So correct answer is 3 × 10⁻4 and option C is the right answer. Option C ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓസിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് എ ബോഡി അണ്ടർഗോസ് ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഒരു ബോഡി ഫോഴ്സ്ഡ് ഓസിലേഷൻ അണ്ടർഗോ ചെയ്യുന്നു. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി മാക്സിമം. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? when the driving frequency is equal to natural frequency. That is option D is the right answer. The driving frequency is equal to the natural frequency. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ എ ബോഡി ഓഫ് മാസ്. സിമ്പിൾ ആയിട്ടുള്ള 6 പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ഫോഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഫോഴ്സ് ഉണ്ട്, 6ഉം 8ഉം അല്ലെ. അപ്പൊ 2 ഫോഴ്സ് 6ഉം 8ഉം പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടർ എന്ന് പറയുന്നത് ഇവരുടെ റൂട്ട് ആയിരിക്കും. റൂട്ട് ഓഫ് 6² + 8². നമുക്ക് അറിയുന്ന കാര്യമാണ് അത് അല്ലെ. ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 100 കിട്ടും, അതായത് 10 ആണ്. 10 ന്യൂട്ടൺ. എഫ് എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ മാസ് വന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആക്സലറേഷൻ ആണ്. +2 +1 ഓഫ് 10ാം ക്ലാസ് വരെ അറിയുന്ന കുട്ടിക്ക്, പഠിക്കുന്ന കുട്ടിക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ എഫ് ഡിവൈഡഡ് ബൈ എന്താണ്? എം എന്നാണ് അല്ലെ. സോ എഫ് എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് 2 m/s². ആക്സലറേഷൻ യൂണിറ്റ് m/s² ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് 20 ന്യൂട്ടൺ. സോ എഫ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. മാസ്, ബോഡിയുടെ മാസ് 4 കിലോഗ്രാം ആണ്. ഇരിക്കട്ടെ. ബോഡി മൂവ്സ് 5 മീറ്റർ. അതായത് ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. വർക്ക് ഡൺ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു എസ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 20 × 5, ദാറ്റ് ഈസ് 100 joules. വർക്ക് ഡൺ ഇൻ ജൂൾസ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിന്റെ ഭാഗത്തോട്ട് ചാടി അല്ലെ. ഇലക്ട്രോണിക്സിൽ വളരെ ബേസിക് ആയി പഠിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന ഭാഗത്തോട്ട് മാറി. അതില് കോമൺ ബേസ്, കോമൺ എമിറ്റർ അല്ലെ. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിനെ പുറത്തുള്ള സർക്യൂട്ടുമായി ഘടിപ്പിക്കുന്ന 3 രീതികളാണ്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ആ കോമൺ കളക്ടറിന്റെ വോൾട്ടേജ് ഗെയിൻ എപ്പോഴും നിയർലി യൂണിറ്റി ആയിരിക്കും. അതായത് ഓപ്ഷൻ സി ആണ്. വോൾട്ടേജ് ഗെയിൻ നിയർലി യൂണിറ്റി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ കമ്പയർഡ് ടു എ സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ. അപ്പൊ റെക്ടിഫയേഴ്സ് 2 രീതിയിലുണ്ട് അല്ലെ. റെക്ടിഫയേഴ്സ് 2 രീതിയിലുണ്ട്. ഹാഫ് വേവും ഉണ്ട്, ഫുൾ വേവും ഉണ്ട്. ഫുൾ വേവ് റെക്ടിഫയർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ആൻഡ് സെൻട്രൽ ടാപ്പ്. ടാപ്പിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ സെൻട്രലിൽ ഒരു നമുക്ക് ഇങ്ങനെ എഴുതിട്ടുള്ളത് സെൻട്രൽ ടാപ്പ് എന്ന് പറയുന്നത് അല്ലെ. ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ്. അപ്പൊ അഡ്വാൻറ്റേജ് ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ് സെൻട്രൽ ടാപ്പിങ്ങിനെ അപേക്ഷിച്ച് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ് ഏതാണ് എന്നതാണ് ചോദ്യം. അതായത് ഈ പറയുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിന് എങ്ങനെയായിരിക്കും? PIV റിക്വയർമെന്റ്സ്, ലോവർ PIV റിക്വയർമെന്റ്സ് ഫോർ ഡയോഡ്സ്. ഓക്കെ. ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കേണ്ട ഡയോഡുകൾക്ക് ലോവർ PIV റിക്വയർമെന്റ്സ് ആയിരിക്കും. സോ അതാണ് ഈ പറയുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഒരു മേന്മ സെൻട്രൽ ടാപ്പിനെ അപേക്ഷിച്ചിട്ട്. അതും ഈ പറയുന്ന ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വിച്ച് സ്പെസിഫിക് ന്യൂ, ഇത് ഒരു ഇലക്ട്രോഡൈനാമിക്സിന്റെ ഒരു ചായ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. Which specific new physical phenomena was uniquely predicted as a consequence of Maxwell's addition of displacement current?
into the ampere circuit അല്ലോ അല്ലെ. മാക്സ്വെല്ലിന്റെ ഒരു മാക്സ്വെൽ നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ അറേഞ്ച് ചെയ്ത ആള് മാക്സ്വെൽ ആണ്. മാക്സ്വെല്ലിന് 4 ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലോട്ട് വരുന്നതോറും അത് ഈ പറയുന്ന ആംപിയേഴ്സ് ലോന്റെ ഫാരഡേസ് ലോന്റെ ഒക്കെ എന്താ പറയാ അഡ്വാൻസ്മെന്റ് ആണ്. അപ്പൊ അതില് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡി എന്ന് പറഞ്ഞ ടേം നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോയിലേക്ക് ആഡ് ചെയ്ത് വിടുമ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പുതിയ ഫിസിക്കൽ ഫിനോമിനൻ ഏതാണെന്നാ ചോദിക്കുന്നത്. ഏതാണത്? ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, വാക്വത്തില് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രസൻസും അതിന്റെ പ്രൊപ്പഗേഷനും, ദാറ്റ് ഈസ് പ്രൊപ്പഗേഷൻ ഓഫ് സെൽഫ് സസ്റ്റൈനിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ വാക്വം, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതും ഈ ഞാൻ പറഞ്ഞു ഇലക്ട്രോഡൈനാമിക്സിന്റെ ഒരു ഫസ്റ്റ് പ്രിലിമിനറി. കാരണം ഇലക്ട്രോഡൈനാമിക്സിൽ 4 മാക്സ്വെൽസ് ഇക്വേഷൻ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. അവസാനം നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പഠിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇഡി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഫസ്റ്റ് ഐഡിയ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രസൻസ് തെളിയിച്ചു എന്നുള്ളത്. ഓക്കെ, അതായത് എല്ലാ ഇലക്ട്രോഡൈനാമിക്സിന്റെ ഡീപ്പിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് ആദ്യ ഭാഗത്തെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which statement accurately describes the key advantage of a piezoelectric oscillator over standard LC or RC oscillators? നോക്കൂ, ഓസിലേറ്റേഴ്സ് LC ഇൻഡക്ടറും കപ്പാസിറ്ററും, RC റെസിസ്റ്ററും കപ്പാസിറ്ററും, LC or RC ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പീസോഇലക്ട്രിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും പീസോഇലക്ട്രിക് ഓസിലേറ്റർ. ആ പീസോഇലക്ട്രിക് ഓസിലേറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് RC ഓസിലേറ്ററിനെ അപേക്ഷിച്ചും LC ഓസിലേറ്ററിനെ അപേക്ഷിച്ചും അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആയിരിക്കും ആൻഡ് എ സുപ്പീരിയർ ക്വാളിറ്റി ഫാക്ടർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. They are having a high frequency stability and a superior quality factor. That is option A is the right answer. Okay. Going on to the next question, magnetism ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. The core material with a very narrow hysteresis loop is desirable. Very narrow hysteresis loop is desirable for which of the following application? വെരി ലോ നാരോ അല്ലെങ്കിൽ വെരി നാരോ ഹിസ്റ്റീരിസിസ് ലോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ലോ എനർജി ലോസ് ആണ് വരിക അല്ലെ. അത് ഏത് ആപ്ലിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്? ഫോർ ഇലക്ട്രോമാഗ്നറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മാഗ്നറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ആൻ RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ദ കറക്റ്റ് കണ്ടീഷൻ ഫോർ പ്രോപ്പർ ഡിഫറൻസിയേഷൻ. ഡിഫറൻഷിയേറ്ററും ഇന്റഗ്രേറ്ററും ഒക്കെ ഇലക്ട്രോണിക്സിൽ വരുന്ന ഒരു ഐഡിയ ആണ്. ഫോർ ആൻ RC ഡിഫറൻഷിയേറ്റർ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ഡിഫറൻസിയേഷൻ നടക്കണമെങ്കിൽ R into C, resistor into capacitor must be very much less than that of T. Okay, condition. അടുത്ത ക്വസ്റ്റ്യൻ, the energy stored in an inductorൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഓഫ് 2 Henry carrying 1 ampere current, that is E is equal to 1/2 Li square is equal to 1/2 into 2 into 1 square. That is equal to എന്ത് കിട്ടും? നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 കിട്ടും അല്ലെ. 1 joule എന്ന് കിട്ടും ആൻസർ. ഓപ്ഷൻ എ is the right answer. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. E is equal to 1/2 എനർജി E is 1/2 Li square. അടുത്ത ക്വസ്റ്റ്യൻ, a current source of 0.1 ampere has a parallel internal resistance of 10 ohm. Resistance of 10 ohm. It is connected to a 10 ohm load. The current through the load is 0.2 ampere. അല്ലെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന കറന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കറന്റ് ത്രൂ ലോഡ് 0.02 ആംപിയർ. 0.02 ആംപിയറിലൂടെ കറന്റ് എങ്ങനെയാ അവിടെ ഉണ്ടാവുക? കറന്റ് ഡിവൈഡ്സ് ഈക്വലി. പാരലൽ അല്ലേ, പാരലൽ റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ കറന്റ്, വാട്ട് ഹാപ്പൻസ് ടു കറന്റ് ഡിവൈഡ്സ് ഈക്വലി. ഈക്വൽ ആയിട്ട് കറന്റ് ഡിവൈഡ് ചെയ്യും. കറന്റ് ഡിവൈഡ്സ് ഈക്വലി. So what happens? I is equal to 0.1 ആണ്. 0.1 divided by 2, that is 0.05 ampere. Option B is the right answer. Option B is the right answer. അടുത്ത question, the capacitor in a RC discharging circuit loses 80%. അപ്പൊ അവിടുത്തെ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? റിമൈനിങ് പോർഷൻ is 20% of its initial charge in a certain time t. Find the time in terms of RC. ടൈം കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞേക്കണം. അപ്പൊ Q by Q0 is equal to e raised to minus t by RC അല്ലെ.
അപ്പൊ അവിടെ Q0 എന്ന് പറയുന്നത് 80 അല്ല റിമെയിൻ 20 ആണ്. സോ 0.2 is equal to e raised to minus t by RC. So t is equal to RC into ln5 എന്ന് കിട്ടും അല്ലെ. So it is equal to ln5 is equal to എന്ത് കിട്ടും 1.609 RC എന്ന് കിട്ടും. That is option A is the right answer. Option A is the right answer. അടുത്ത ക്വസ്റ്റ്യൻ ദ സിംപ്ലിഫൈഡ്, ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് AB പ്ലസ് A' C ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ബൂളിയൻ എക്സ്പ്രഷൻ ആണ്, ബൂളിയൻ ആൾജിബ്ര എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ ഈസ് നോട്ട് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ ഫോർ ഓപ്പറേഷൻ ഓഫ് ടു ഇൻപുട്സ്. ഏതാണ്? എ നമുക്ക് കൊടുത്തിട്ടുണ്ട്, എയും ബിയും സിയും, ഡി ആണ് കറക്റ്റ് ആയ ആൻസർ വരിക അല്ലെ. എ ബാർ പ്ലസ് ബി ബാർ അതാണ് ഒരു നോട്ട് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എ കപ്പാസിറ്റർ ഈസ് ഓഫൺ റെഫറിംഗ് ടു എ ബ്ലോക്ക് എ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ because it capacitor block ചെയ്യുന്നത് because it blocks the DC current. Option B is the right answer. It blocks the DC current. Okay. Next question. Why is a metastable state essential for laser action? ലേസറിന്റെ ഫുൾ ഫോം നമുക്കറിയാം അല്ലെ. ലേസറിന്റെ ഫുൾ ഫോം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ stimulated emission. Light amplification by stimulated emission of radiation. അല്ലെ, ഇതാണ് ഈ പറയുന്ന സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് ലേസറിന്റെ ഫുൾ ഫോം. അപ്പൊ അതില് ഒരു ഇടയില് നമ്മുടെ ഈ പറയുന്ന ഹയർ ലെവലിന്റെയും ലോവർ ലെവലിന്റെയും ഇടയിൽ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം കടന്നു വരും. ആ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്നതാണ് ചോദ്യം. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ലേസറിൽ വരുന്ന സമയത്ത് അത് പോപ്പുലേഷൻ, ഈ ലേസിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ലേസർ എന്നുള്ള സംഭവം പ്രവർത്തിക്കണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് പോപ്പുലേഷൻ ഇൻവേർഷൻ കണ്ടീഷൻ മസ്റ്റ് ബി അച്ചീവ്ഡ്. അപ്പൊ ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണ്? ഇറ്റ് എനേബിൾസ് ദ അച്ചീവ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. It enables the achievement of population inversion. Option A is the right answer. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. wavelength it is proportional to, wavelength is proportional to എന്തിനോടാണെന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നമുക്കറിയാം wavelength is wavelength corresponding to maximum spectral emission. അവിടെ wavelength maximum spectral emissionുമായിട്ട് എങ്ങനെയാണ് പ്രപ്പോർഷണൽ എന്നാണ് ചോദിക്കുന്നത് ഒരു ബ്ലാക്ക് ബോഡിക്ക്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ വരിക. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അപേക്ഷിച്ചിട്ട് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി വേവ്ലെങ്ത് ലാംഡ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ T എന്നാണ്. ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു 1/T. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27 ക്ലോഷി സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. തെർമോഡൈനാമിക്സിന് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്ക് കെൽവിൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും. അതില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസേർഷൻ ആണ് എന്ത്? Heat cannot spontaneously flow from a cold body to a hot body without an external work. എന്താണ് ഹീറ്റ്? എങ്ങനെയാണ്? Heat cannot spontaneously flow from a cold body to a hot body without an external work. That is option B is the right answer. അടുത്ത നോക്കൂ. In statistical mechanics, what is the dimension of the phase space for a system of n independent particles? n independent particles എങ്ങനെയാണ്? 3 പൊസിഷൻ കോർഡിനേറ്റ്സിന്റെ 3യും അതുപോലെ തന്നെ മൊമെന്റം കോർഡിനേറ്റ്സിന്റെ 3 ആയിട്ടുള്ള 6n കോർഡിനേറ്റ്സ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് ഇൻ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മോസ്റ്റ് ലൈക്ലി ഫോർ എ പാർട്ടിക്കിൾ ടു ഹാവ് നിയർ ദ പീക്ക് ഓഫ് ദ കർവ്. പീക്ക് ഓഫ് ദ കർവിൽ ഏതാണ് ദ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്? ദാറ്റ് ഈസ് option D is the right answer, the most probable speed. Okay. അടുത്ത question. A Carnot engine operates between two reservoirs of temperature 500 Kelvin and 300 Kelvin. What is the maximum possible efficiency? 1 minus eta is equal to 1 minus T2 by T1. It is equal to 1 minus 300 by 500. It is equal to 500 minus 300 divided by 500. So that is 200 divided by 500.
that is equal to 2 by 5, that is 40%. Option C is the right answer, 40%. Next question. A canonical ensemble is statistical mechanics. ഒരു canonical അല്ലേ നമ്മുടെ statistical mechanics പ്രധാനപ്പെട്ട 3 തരം ensembles ആണ് മൈക്രോ canonical ensemble, canonical ensemble, അതുപോലെ തന്നെ grand canonical ensemble. അതിൽ canonical ensemble it is a collection of system that is having temperature, volume and number of particles same അല്ലെ അവിടെ എനർജി മാത്രമാണ് മാറുള്ളൂ NVT സെയിം ആയിരിക്കും NVT അവിടെ സെയിം ആയിരിക്കും ഓക്കെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ 32 question number 32 according to equipartition theorem അനുസരിച്ച് 3/2 kT 3 ഡയറക്ഷനിലും നമുക്ക് അല്ലെ equipartition theory അപ്പൊ ആവറേജ് എനർജി പെർ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും ഇറ്റ് ഈസ് 1/2 kT അല്ലെ ആവറേജ് എനർജി പെർ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 1/2 kT ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അടുത്ത question. A plano-convex lens is made up of a glass of refractive index 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2. If the radius of curved face is 40 centimeter, the focal length of lens അല്ലെ plano concave ആണ് അപ്പോൾ എന്ത് കിട്ടും നമുക്ക് so n minus 1 n ഉണ്ടോ refractive index 1.5 minus 1 into അല്ലെ 1/40 മൈനസ് 1/infinity എന്ന് വരും അപ്പൊ ആ ഭാഗം 0 ആണ് അപ്പൊ 1/40 മാത്രം മതി ദാറ്റ് ഈസ് 0.5 ഡിവൈഡഡ് ബൈ 40 അല്ലെ 0.5 ഡിവൈഡഡ് ബൈ 40 സോ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ എന്ന് കിട്ടും എഫ് ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ Option B is the right answer. 0.5 divided by 40. So we will be getting 1 by F is equal to 1 by 80 and F is equal to 80 centimeter. Okay, option B is the right answer. Moving on to our next question, 34th question. ഇത് കുറച്ച് ടഫാണ് പഠിച്ച് നല്ലപോലെ ഡീപ്പായിട്ട് പോയാലേ ഇതൊക്കെ കിട്ടുള്ളൂ. The total angular width of a central bright maximum in Fraunhofer diffraction pattern of a set of width 12 into 10 raised to minus 5 centimeter അല്ലെ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ചിലപ്പോൾ ഈ ഭാഗം നമ്മളൊക്കെ നോക്കിയിട്ടുണ്ടാവില്ല 2 lambda by a per when the slit is illuminated by a monochromatic light of wavelength 600 nanometer so it is equal to 2 into lambda wavelength 6 into 10 raised to minus 600 nanometer അപ്പോൾ 6 into 10 raised to minus 7 divided by 1.2 into 10 raised to minus 6 so it is equal to എത്ര കിട്ടും nearly 1 radian എന്ന് പറഞ്ഞാൽ nearly equal to 60 degree that is option D is the right answer option D is the right answer next question in the context of polarization by reflection what defined Brewster's angle എന്ന് പറയുന്നത് എന്താണ് angle of incidence where the reflected and refractive rays are perpendicular to each other option A is the right answer അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്ന രീതിയിലാണ് എങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് ഡിറ്റർമിനിങ് ദ റാങ്ക് അവിടെ ഏതാണെന്നുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ അത് അത്ര എളുപ്പമല്ല പഠിച്ചാൽ മാത്രം നന്നായി ഡീപ്പായിട്ട് പോയാൽ മാത്രമേ ഇതിന് ആൻസർ കിട്ടുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36th ക്വസ്റ്റ്യൻ അതായത് ഒപ്റ്റിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഒപ്റ്റിക്സ് എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ എത്രത്തോളം ഉണ്ടെന്ന് 1 2 3 4 അല്ലെ 4 ക്വസ്റ്റ്യൻ ഉണ്ട് ഒപ്റ്റിക്സ് എന്ന ഭാഗത്ത് നിന്ന് അപ്പൊ അതിൽ ഏത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ which of the following factors primarily determines the resolving power of a diffraction grating R is equal to small n into capital N എന്ന ഇക്വേഷൻ അപ്പൊ ഇത് എന്തായാലും പഠിച്ച ഒരാൾക്ക് നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതായത് ടോട്ടൽ നമ്പർ ഓഫ് റൂൾഡ് ലൈൻസ് ഓൺ ഗ്രേറ്റിംഗ് R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു total number of ruled lines on grating that is option D is the right answer. ഇനി ഹൈഡ്രജൻ ബോംബിന്റെ പ്രിൻസിപ്പിൾ എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ കെമിസ്ട്രി ഭാഗത്തുനിന്ന് വരുന്നതാണ് അല്ലെ ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് നമ്പർ ഇതൊക്കെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസിൽ അപ്പോ കോർണറിൽ 1/8 into 8 പ്ലസ് ഫേസിൽ 1/2 into 6 that is 1 plus 3 is equal to 4 total number of atoms option B 4 okay അടുത്തത്
Name the defects in the crystal which is caused by shifting of an ion from its normal position to interstitial position. Normal position നിന്ന് interstitial പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഡിഫക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഫ്രങ്കൽ ഡിഫക്റ്റ്. അടുത്തത് elementary particles of non-integral spin. They are called as fermions. Of integral spin, they are called as bosons. Of non-integral spin, called as fermions. Elementary particles എന്ന് വരുന്ന ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, എലിമെന്ററി പാർട്ടിക്കിൾസിലെ ഫെർമിയോണുകൾ, ബോസോൺ, അവരുടെ സ്പിന്ന്, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതിൽ നോൺ ഇന്റഗ്രൽ സ്പിന്ന് വരുമ്പോൾ എലിമെന്ററി പാർട്ടിക്കിൾസ്, ഇറ്റ് ഈസ് ആക്ച്വലി ഫെർമിയോൺസ്. നെക്സ്റ്റ്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് കൃത്യമായിട്ടൊരു ഭാഗം സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ട്രൂ അല്ലാത്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. സൂപ്പർ കണ്ടക്ടിവിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് ടു കണ്ടക്ട് ഡയറക്റ്റ് കറന്റ് ഇലക്ട്രിസിറ്റി without energy loss when they are cooled above a critical temperature. Which of the following is not true എന്നാണ് question. The main advantage of superconductivity magnetic in the contrast to the electromagnet is that it does not dissipate energy to maintain the magnetic field. അതുപോലെ തന്നെ superconductors prevent the external magnetic field penetrating from the interior. അല്ലെ, അതൊക്കെ ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തതിൽ ഏതാണ് എന്നാണ് ചോദിക്കേണ്ടത് അല്ലെ. കാമ്പർലിംഗ് ഓൺസ് കണ്ടുപിടിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ്. മോസ്റ്റ് പ്രോബബിളി സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഓൺലി ഓപ്ഷൻ ദാറ്റ് ഈസ് ഓൺലി വൺ ആണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ളത്. ഓക്കെ, നോട്ട് ട്രൂ. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് certain metals to conduct direct current electricity without the energy loss when cooled below at a particular temperature. That is option 1 as B is the correct answer. Option B is the correct answer. Okay. So moving on to the next question. The bombardment of boron with alpha particle. Boron alpha particle കൂടി bombard ചെയ്യുമ്പോൾ എന്താണ്? 7n40, nitrogen plus 1 neutron. That is option C is the right answer. Nuclear physics എന്നത്. Calculate the Miller indices of crystal plates. Miller indices കണ്ടുപിടിക്കാനാണ്. Miller indices എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ഇതിന്റെ എക്സ്പോണൻസ് എടുക്കുക അല്ലെ, 3, 6, 3. Then അവരുടെ റെസിപ്രോക്കൽ എടുക്കുക. Then ഒരു ഫുൾ നമ്പറുമായിട്ട് ഹോൾ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1, 1/2 അല്ലെ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ again 1. Then we will be actually ഇതിനെ ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1/3, 1/2, 1 എന്ന് കിട്ടും. ഇനി നമുക്ക് അതിനെ ഹോൾ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2, 1, 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മില്ലർ ഇൻഡിസസ് ഒക്കെ പഠിക്കാൻ നമ്മൾ എന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും മില്ലർ ഇൻഡിസസ് ഒക്കെ പഠിക്കാൻ, മീൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, then അടുത്തൊരു ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേവ് ഫംഗ്ഷൻ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നമ്മൾ ഏത് ആൻസർ ആയിരുന്നു പറഞ്ഞത്? ഓൺലി വൺ. ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആയ ആൻസർ. ഓൺലി വൺ ആണ്. വേവ് ഫംഗ്ഷൻ ഇൻ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ റെപ്രസെന്റ്. അവിടെ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന ക്വസ്റ്റ്യൻ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ ആണ്. ദ വേവ് ഫംഗ്ഷൻ, അതായത് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, വിട്ടുപോയതാണ്. സൈ സ്ക്വയർ ഇൻ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ എനർജി ഓഫ് എ ഗിവൺ എനർജി. For probability of finding an electron of a given energy. Amplitude of wave function എന്നൊക്കെ പറയുമ്പോൾ മോഡ് സൈ സ്ക്വയർ എന്നാ വരിക. ഇവിടെ അതൊന്നും കൊടുത്തിട്ടില്ല. സൈ സ്ക്വയർ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന്, അതായത് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് an electron of a given energy. That is option A, only 3. Only 3 is the right answer. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following statement is true? പാക്കിംഗ് ഫ്രാക്ഷനെ സംബന്ധിച്ചിടത്തോളമാണ്. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് വാല്യൂ, ഒരു പാക്കിംഗ് ഫ്രാക്ഷന് പോസിറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇംപ്ലൈസ് ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയൈ. That is option 2. Option 2, that is instability of nuclei. That is option 2 is the right answer. Positive value of packing fraction implies the
instability of nuclei. Option B is the right answer. Next question. An example of orthorhombic crystal system. 14 crystal system ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അതിൽ ഓർത്തോറോംബിക് ഉദാഹരണമാണ് K2SO4. ഓർത്തോറോംബിക് ഉദാഹരണമാണ് K2SO4 എന്ന് പറയുന്നത്. K2SO4 option C is the right answer. അടുത്തത് uncertainty principleമായി which consider statement which is actually true. Which is actually true considering the uncertainty principle. Which of the following statements are true considering the uncertainty principle? അത് ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? ഏതാണ് ഇതിൽ കറക്റ്റ് ആയ ആൻസർ വരിക? If the object is microscopic, its position or velocity will not be altered by the impact of light photons. Okay, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? If the object is extremely minute, it will suffer a change in its position or velocity by the impact of light photons. Option 3 വരുന്നത് if the object is of reasonable size, its position or velocity will not be altered by the impact of light photons. അല്ലേ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയ ആൻസർ വരിക? ഓപ്ഷൻ 2 and 3 ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 2 and 3 ആണ് കറക്റ്റ് ആയ ആൻസർ വരിക. 47th ക്വസ്റ്റ്യൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്തത് which one of the following represent the wave mechanics, postulates of wave mechanics? നമുക്കറിയാം ഒരു സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത് 1 dimension ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് psi x, t ആണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ sin x, tയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെയാണ്? അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും, സിംഗിൾ വാല്യൂ ആയിരിക്കും. ശരിയാണ്. എല്ലാ ഒബ്സർവബിളിനെയും നമുക്കൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ which of the following is not true? ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ബോർ മോഡല് എനർജി ഓഫ് ഇലക്ട്രോണിനെ പെർട്ടിക്കുലർ ഓർബിറ്റ് കണ്ടുപിടിക്കാൻ സഹായിച്ചു അല്ലെ? നമുക്ക് അവിടെ ഗ്രിഡ്ബർഗ് കോൺസ്റ്റന്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അറ്റോമിക് മോഡൽ could not explain the stability of an atom. Bohr's theorem provided an explanation about the shapes of the molecules. ഇല്ല, which of the following is not true? That is option only 2 and 3 അല്ലെ? 2 3 നമുക്ക് സാധിച്ചിട്ടില്ല. ഓപ്ഷൻ സി is the right answer. അടുത്ത ക്വസ്റ്റ്യൻ which a series of lines. 50 ക്വസ്റ്റ്യൻ നമുക്ക് ഫിസിക്സിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് പറയാം. പിന്നെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മേ ബി അതൊരു കെമിസ്ട്രി പോർഷൻ വരുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. which series of lines in hydrogen spectrum appears in the visible region? ലൈമാൻ സീരീസ് നമുക്കറിയാം UV റീജിയനിലാണ്, പാഷനും അതുപോലെ തന്നെ പി ഫണ്ടൊക്കെ IR റീജിയനിലാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ ഒന്നും ഏതിലില്ല? വിസിബിൾ റീജിയനിലില്ല. ദാറ്റ് ഈസ് നൺ ഓഫ് ദ എബവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി ഒക്കെ 1/i പ്രപ്പോർഷണൽ ആണ്. എന്നാലും ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. 50 ക്വസ്റ്റ്യൻ നമ്മൾ ഫിസിക്സിന്റെ പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി പോർഷൻ വരും. ഓക്കെ, താങ്ക് യു. ഹലോ എവരിവൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. 18/12/2025 നടന്ന ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്കഷനാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം മെജോറിറ്റി ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയുടെ പോർഷനിൽ നിന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 65% കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല, കാരണം കെമിസ്ട്രിയുടെ ഫിസിക്സിൻ്റെയും 3 ടോപ്പിക്കുകൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 65 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അതിലൊരു അറൗണ്ട് 60 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു. അല്ല, 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരിത്തിരി നമുക്കത് ടഫാണെന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് മോഡറേറ്റ് ടു ഈസി ലെവൽ ക്വസ്റ്റ്യൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നമുക്കൊരു 70 to 80 ആ ഒരു റേഞ്ചിൽ നമുക്ക് കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. കെമിസ്ട്രിയുടെ പോർഷനിൽ നിന്ന് ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ വിച്ച് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബോംബ്? ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അൺകൺട്രോൾഡ് റിലീസ് ഓഫ് ഫിഷൻ എനർജി, ഓപ്ഷൻ ബി ത്രെഷോൾഡ് എനർജി, then controlled release of fission energy and nuclear fusion. This hydrogen bomb is based on nuclear fusion reaction ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ D ആണ്.
And calculate the number of atoms contained within the face-centered cubic cell. FCC യുടെ number of atoms per unit cell. Option A 3, option B 4, option C 1 and option D 8. Correct option B ആണ്. FCC യുടെ the number of atoms per unit cell എന്ന് പറയുന്നത് that is 4 ആണ്. The next question. Name the defect in crystals which is caused by the shifting of an ion from its normal position to the interstitial position. അപ്പം ക്രിസ്റ്റൽ ഡിഫക്റ്റ് ആണ്. ഈ ഡിഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു അയോണ് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് മാറുന്നു. 1 എന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, 2 എന്ന് പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് 3 എന്ന് പറയുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പം ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതായിട്ട് വരും? ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രങ്കൽ ഡിഫക്റ്റ് ആണ് അല്ലേ. ഒരു അയോൺ അതിൻ്റെ എക്സാക്ട് പൊസിഷനിൽ നിന്നും മാറിയിട്ട് അതിൻ്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോകുന്നതാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് കീ എന്ന് പറഞ്ഞാൽ ഇത് മിസ്സിംഗ് ഓഫ് ഈ എന്താണ് ആനിയോൺ ആൻഡ് കാറ്റയോൺ ആണ് അല്ലേ. ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോൺ ആണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് സെന്റേഴ്സ് വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രങ്കൽ ഡിഫക്റ്റ് മാത്രമാണ്. അപ്പോൾ ദെയർഫോർ ഓൺലി 3 ആണ്. അപ്പം ഓൺലി 3 വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഇതിൽ ഓരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി അബവ് ആണ്. Okay, the next question. The elementary particles of non-integral spin. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നോൺ ഇൻ്റഗ്രൽ സ്പിൻ. അപ്പം നോൺ ഇൻ്റഗ്രൽ സ്പിൻ എന്ന് പറഞ്ഞാൽ അത് സ്പിൻ മസ്റ്റ് ബി ഹാഫ് ഇൻ്റഗ്രൽ അല്ലേ. ഹാഫ് ഇൻ്റഗ്രൽ അതായത് ഇൻറ്റിജർ അല്ലാത്തത് അല്ലേ. അപ്പം എന്ത് വരാം? ഹാഫ് ഇൻ്റഗ്രൽ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഹാഫ് ഇൻ്റഗ്രൽസ് വരുന്നത് നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഫെർമിയോൺസ് ആണ്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ മിക്കവാറും ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ന്യൂട്രിനോ എന്ന് പറയുന്നത് ഫോട്ടോൺ ആൻഡ് കെമിസോൺസിന് നമ്മുടെ ഇന്റഗ്രൽ സ്പിന്നുകളാണ്. ബട്ട് ഫെർമിയോൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനിലെ ഫെർമിയോൺസ് പാർട്ടിക്കിൾസിന് നമ്മൾ ഹാഫ് ഇന്റഗ്രൽ ആണ് പറയുന്നത്. ദെൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രിനോയെയും നമുക്ക് ഫെർമിയോൺസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ബട്ട് ദി കറക്റ്റ് ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഫെർമിയോൺസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? The superconductivity is the property of certain materials to conduct direct current electricity without the energy loss when they are cooled above the critical temperature. അല്ലേ. അപ്പം എബവ് ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ല, ബിലോ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് അല്ലേ. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സീറോ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാക്കി എഴുതിയിരിക്കുന്നത് ശരിയാണ്, പക്ഷേ ഇറ്റ്സ് ബിലോ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ ഒന്നാന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then the main advantage of the superconductive magnet in contrast to the electromagnet is that does not dissipate energy to maintain the magnetic field. ശരിയല്ല, അവിടെ നമുക്ക് സീറോ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ അവിടെ എനർജി ലോസ് നമുക്ക് ഇല്ല. അപ്പം സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ എന്താണ്? അത് ശരിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സൂപ്പർ കണ്ടക്ടേഴ്സ് പ്രിവെന്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം പെനട്രേറ്റിംഗ് ദി ഇന്റീരിയർ ഓഫ് ദി സൂപ്പർ കണ്ടക്ടർ. ഇത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീസ്നർ എഫക്റ്റ് അല്ലേ. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പം 1 മാത്രമാണ് തെറ്റ്. അപ്പം അങ്ങനെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദറ്റ് ഈസ് only 1 is incorrect. And the next question, the bombardment of a boron with alpha particle yields a radioactive isotope. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് ഇക്വേഷൻ ഏതാണ്? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കറക്റ്റ് ഇക്വേഷൻ. ഇപ്പോൾ ബോറോൺ 510 ആണ്. അതിനെ നമ്മൾ ഹീലിയം പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം 24 ആണ്. അപ്പൊ നമുക്കിത് ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ദാറ്റ്സ് 5ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ 7 വരും. 7 അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് ഏതാണ്? നൈട്രജൻ ആണ്. ദെൻ 10 4 14. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. നൈട്രജന്റെ നോർമൽ ഐസോട്ടോപ്പ് ആണ് N740 എന്നുള്ളത്. അത് റേഡിയോ ആക്റ്റീവ് അല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? N13 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ എന്ത് വേണം? ഒരു ന്യൂട്രോൺ വേണം അല്ലേ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഇക്വേഷൻ ഇതാണ്, ബോംബാർഡ്മെന്റ് ഓഫ് ബോറോൺ വിത്ത് ഹീലിയം. അപ്പം ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
Calculate the Miller indices of the crystal plane whose intercepts are 3a, 6b and 3c. ഇതിൻ്റെ മില്ലർ ഇൻഡിസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3a, 6b, 3c ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കോഎഫിഷ്യൻസ് ആക്സിസിൻ്റെ കോഎഫിഷ്യൻസ് ഇൻ്റർസെപ്റ്റ് നമ്മൾ എടുത്തെഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. 1/3, 1/6 ആൻഡ് 1/3. ഇതിൻ്റെ LCM കാണുക, LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് LCM. മൾട്ടിപ്ലൈ വിത്ത് LCM, അതായത് ഇവിടെ നമുക്ക് 6 ആണ്. അപ്പോൾ 6/3, 6/6 ആൻഡ് 6/3, ദാറ്റ് ഈസ് 2, 1, 2. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. The wave function in Schrodinger wave equation represents dash. Wave function എന്താണ്? Wave function എന്ന് പറയുന്നത് the wave function psi square ആണ്. The wave function psi square in the question at the psi square ഉള്ളത്. The wave function psi square in the Schrodinger wave equation. Psi square എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? Psi square gives the probability density അല്ലേ? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റലിന് ചുറ്റും നമുക്ക് ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ എനർജി ലെവൽ അല്ലേ. അപ്പം സൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി. ദാറ്റ് ഈസ് ഓൺലി 3 ആണ്. ഓൺലി 3 ആണ് കറക്റ്റ് വരുന്നത്. ബാക്കി രണ്ടും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഐഗൻ ഫംഗ്ഷൻസോ ഒന്നും അല്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓൺലി 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Which of the following statement is true? The packing fraction can have only positive value. The positive value of packing fraction implies the instability and the positive value of packing fraction implies the stability. ശരിക്കും പറഞ്ഞാൽ പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത് നമുക്ക് എന്തൊക്കെ വരാം? പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പോസിറ്റീവ് വാല്യൂ വരാം, അതുപോലെ തന്നെ നെഗറ്റീവ് വാല്യൂ വരാം, സംടൈംസ് നമുക്ക് 0 വാല്യൂ വരും. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ ദി മോർ സ്റ്റേബിൾ ഇസ് ദി ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസ് സ്റ്റേബിൾ ആകുമ്പോൾ ഒരു പാക്കിംഗ് ഫ്രാക്ഷൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? മോർ സ്റ്റേബിൾ. അതായത് പാക്കിംഗ് ഫ്രാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ ഓഫ് പാക്കിംഗ് ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരും. അപ്പം നമ്മളുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് മാത്രമാണ്? ദറ്റ് ഈസ് 2 മാത്രമാണ്. ഓൺലി 2 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 2. ഇത് എക്സാമ്പിൾ ഓഫ് ഓർത്തോറോംബിക് ക്രിസ്റ്റൽ. ഓർത്തോറോംബിക് ക്രിസ്റ്റലിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്നത് മോണോക്ലിനിക് ആണ്. ദെൻ KCl എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ക്യൂബിക് ആണ്. ദെൻ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ട്രൈക്ലിനിക് ആണ്. ഓക്കെ, അപ്പം കറക്റ്റ് ഓപ്ഷൻ പൊട്ടാസ്യം സൾഫേറ്റ് ആണ് ഓർത്തോറോംബിക്. Which of the following statements are true considering uncertainty principle? Heisenberg uncertainty principle ആണ്. If the object is microscopic, its position or velocity will not be altered by the impact of light of photons. നമ്മുടെ ഒരു ചെറിയൊരു വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ കാര്യത്തിൽ നമുക്ക് ഹെസൻബർഗ് നെറ്റി പ്രിൻസിപ്പിൾ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഒക്കെ പോലെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു കണ്ടീഷൻ ഉണ്ട്, സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പൊസിഷനും വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക, ഒരു ഫോട്ടോണിന്, അതായത് ഒരു ഫോട്ടോൺ വന്ന് ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോൺ വന്ന് നമ്മുടെ ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ വന്ന് ഇടിക്കുന്ന സമയത്ത് അവരുടെ വെലോസിറ്റിയിലും പൊസിഷനിലും ഓൾട്ടറേഷൻ സംഭവിക്കാം അല്ലെങ്കിൽ ചേഞ്ചസ് സംഭവിക്കാം. ആ ചേഞ്ച് എന്നുള്ളത് നമുക്ക് മെഷറബിളും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ശരിയല്ല, അത് തെറ്റാണ്. കാരണം ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ ഫോട്ടോൺ വന്ന് ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, വെലോസിറ്റിയിലും പൊസിഷനിലും ചേഞ്ച് വരാം.
ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് എക്സ്ട്രീംലി മൈന്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്, മൈക്രോസ്കോപ്പിക് ആണ്, വിൽ സഫർ എ ചേഞ്ച് അല്ലെ, അതായത് ലൈറ്റ് ഓഫ് ഫോട്ടോൺസ് വന്നിരിക്കുമ്പോൾ അവിടെ ഒരു ചേഞ്ച് വരാൻ പൊസിഷൻ. അപ്പം 2 ശരിയാണ്. ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് റീസണബിൾ സൈസ്, അതായത് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണെങ്കിൽ ദി പൊസിഷൻ ഓർ വെലോസിറ്റി, അതായത് വലിയൊരു മാസ് കൂടുതലുള്ള ഒരു പാർട്ടിക്കിളകത്തേക്ക് ലൈറ്റ് വന്ന് വീണ, ഇപ്പൊ ഒരു കല്ലിനകത്തേക്ക് ലൈറ്റ് വന്ന് വീണെന്ന് പറഞ്ഞിട്ട് കല്ലിന്റെ വെലോസിറ്റിക്കോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷനോ ചേഞ്ച് വരുമോ? ഇല്ല. അപ്പം ഈ കൊടുത്തിരിക്കുന്ന 3ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ്. Which one is a postulate of wave mechanics? Wave mechanicsന്റെ postulates ഏതൊക്കെയാണ്? That for a system moving in one dimension, that is in x coordinate, the physical state of the system at time t is described as a wave function psi of xt. അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? ഒരു wave function നമുക്ക് വിത്ത് റെസ്പെക്ട് ടു പൊസിഷനും ടൈമും അല്ലെങ്കിൽ xt നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പം എ ശരിയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ദി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അതും ശരിയാണ്. അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കറക്റ്റ് ഇതിങ്ങനെയാണ്, ഫോർ എവറി ഒബ്സർവബിൾ ദർ ഇസ് എൻ ഓപ്പറേറ്റർ അല്ലെ. ഇവിടെ നമുക്കൊരു ഹെർമീഷ്യൻ എന്നുള്ളത് ഒരു അനദർ ഓപ്പറേറ്റർ ആണ്. അപ്പം ഇതും നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3ാമത്തതും ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ്. ദറ്റ് ഈസ് ഓൾ ഓഫ് ദി എബോവ് ആണ്. ദി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Which of the following is not true? താഴെ കൊടുത്തിരിക്കുന്ന ബോർ ആറ്റം തിയറി വെച്ചിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബോർ തിയറി ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് അല്ലെ. നമുക്കൊരു ഓർബിറ്റിൽ നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബോർ റേഡിയസും വെച്ചിട്ടും അല്ലെങ്കിൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ശരിയാണ്, അതായത് 1 ശരിയാണ്. ബോർ ആറ്റം കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി. ശരിയാണോ അത്? അല്ല. ബോർ ആറ്റം എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി, അതായത് ഇലക്ട്രോൺസും പ്രോട്ടോൺസിനും കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർ എങ്ങനെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം കുഡ് നോട്ട് എക്സ്പ്ലെയിൻ എന്നാണ്, ബട്ട് ഇറ്റ് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി. ബോർ തിയറി പ്രൊവൈഡഡ് ദി എക്സ്പ്ലനേഷൻ അബൌട്ട് ദി ഷേപ്സ്. ഷേപ്പിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾസിനെ പറ്റിയിട്ട് നമുക്ക് അവിടെ എക്സ്പ്ലനേഷൻ തരുന്നില്ല. അപ്പൊ തെറ്റ് ആരൊക്കെയാണ്? നോട്ട് ട്രൂ എന്നല്ല, ഇൻകറക്റ്റ് ആരൊക്കെയാണ്? 2ഉം 3ഉം ആണ് ഇൻകറക്റ്റ്. therefore the correct option is option C ആണ്. Then the next question, which series of lines in the hydrogen spectrum appears in the visible region? Lyman, Paschen, Pfund. That is a none of the above ആണ്. കാരണം ബാമർ സീരീസ് ആണ് നമുക്ക് വിസിബിൾ റീജിയനിൽ നമുക്ക് വരുന്നത്. ലൈമാൻ സീരീസ് ഇൻ ദി UV റീജിയൻ ആൻഡ് പാഷൻ ആൻഡ് ഫണ്ട് ഇസ് ഇൻ IR റീജിയൻ. അപ്പം ബാമർ ആണ് വിസിബിൾ റീജിയൻ. തന്നിരിക്കുന്നതിനകത്ത് ബാമർ ഇല്ല. therefore the none of the above. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. For a 2p orbital corresponds to 2p orbitalന്റെ n-ഉം l-ഉം വാല്യൂ എത്രയാണ്? That is 2p ആകുമ്പോഴത്തേക്കിനും that is n is equal to 2 and l is equal to the l value corresponding to p is 1. So n is equal to 2 and l is equal to 1. Option C is the correct answer. The Born-Oppenheimer approximation allows the separation of സ്പിൻ ആൻഡ് ന്യൂക്ലിയർ മോഷൻ ആണോ, അതോ റൊട്ടേഷൻ ആൻഡ് ഇലക്ട്രോണിക് മോഷൻ ആണോ, ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ മോഷൻ ആണോ, വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണോ? അതായത് ഈ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഈ റൊട്ടേഷണൽ പ്ലസ് ഈ വൈബ്രേഷണൽ പ്ലസ് ഈ ട്രാൻസ്ലേഷണൽ പ്ലസ് ഈ ഇലക്ട്രോണിക് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ ഈ റൊട്ടേഷണലും വൈബ്രേഷനും ട്രാൻസ്ലേഷനും നമുക്ക് ആർക്കൊക്കെയാണ് പഠിക്കുന്നത്? ദാറ്റ്സ് അബൌട്ട് ദി ന്യൂക്ലിയർ അല്ലെ. ന്യൂക്ലിയർ മോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഈ ഇലക്ട്രോണിക്, ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ മൂലം ഉണ്ടാകുന്ന സ്പെക്ട്രമാണ് ഈ ഇലക്ട്രോണിക്. അപ്പം എന്തിന്റെയൊക്കെ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്? ന്യൂക്ലിയർ മോഷൻ ആൻഡ് ദി ഇലക്ട്രോണിക് മോഷൻ. therefore the correct answer is option C. The rotational constant B is proportional to. Rotational constant B എങ്ങനെയാണ്? നമ്മൾ rotational constant B കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. that is B is equal to h square by 8 pi square I C ആണ്. where I is the moment of inertia. that is B is directly proportional to 1 by I അല്ലേ. that is 1 by moment of inertia. correct answer is option D ആണ്.
എ മോളിക്യൂൾ ഈസ് സെൻറ്റർ ഓഫ് സിമെട്രി ഇഫ് ഇറ്റ് ഹാസ്. ഒരു മോളിക്യൂളിന് നമ്മൾ സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുന്നു, ആ മോളിക്യൂളിൻ്റെ സെൻറ്ററിൽ നിന്നും രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിലേക്ക് നമ്മൾ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ആറ്റത്തെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സെൻറ്റർ ഓഫ് സിമെട്രി, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. ദെയർഫോർ ദി സിമെട്രി എലമെന്റ്, അതിനകത്ത് എന്ത് സിമെട്രി എലമെന്റ് ഉണ്ട്? സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ട്. The Schottky defect involves option A, only cation vacancy, only anion vacancy, equal number of cation and anion vacancies, and option D, interstitial defects. ഇതെന്താണ്? ഈക്വൽ നമ്പർ ഓഫ് ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റോണും ഈക്വൽ നമ്പർ ഓഫ് ആനിയോണും മിസ്സിംഗ് ആവുന്ന അല്ലേ, അത് എസ്കേപ്പ് ചെയ്ത് പോകുന്ന വേക്കൻസി, അതുമൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഷോർട്ട്കി ഡിഫക്റ്റ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. Then next is, which one of the following is a colligative property? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് colligative property? Refractive index, osmotic pressure, melting point and color. Option B, osmotic pressure ആണ്. ഏതൊക്കെയാണ് colligative property? Relative lowering of vapor pressure, elevation in boiling point, depression in freezing point and osmotic pressure. ഇത് നാലുമാണ് colligative property. The solubility of AgCl will be decreases. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ആഡ് ചെയ്യുമ്പോഴാണ് AgClന്റെ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത്? NaNO3, NaCl, AgNO3 ആൻഡ് ബോത്ത് B and C. ഇവിടെ AgClന്റെ അയോൺസുകൾ ആരൊക്കെയാണ്? Ag+ഉം Cl-ഉം. ഈ അയോൺസുകളിൽ ആരെങ്കിലും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ അയോൺ എഫക്റ്റ് വഴിയിട്ട് നമുക്ക് അവരുടെ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടിലും NaCl-നകത്ത് ക്ലോറൈഡ് ഉണ്ട്, AgNO3-കകത്ത് Ag+ ഉണ്ട്. അപ്പം NaCl-ഉം AgNO3 ആഡ് ചെയ്താലും സോളിബിലിറ്റി ഓഫ് AgCl ഡിക്രീസ് ചെയ്യും. Therefore both B and C. കറക്റ്റ് ആൻസർ, കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ആണ്. In paper chromatography, the stationary phase is, പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ആരാണ്? ഓർഗാനിക് സോൾവെന്റ് ആണോ? വാട്ടർ അഡ്സോർബ്ഡ് ഓൺ പേപ്പർ ആണോ? ദി പേപ്പർ ഫൈബേഴ്സ് ഓൺലി ആണോ? സിലിക്ക ജെൽ ആണോ? ആൻസർ ഈസ് വാട്ടർ അഡ്സോർബ്ഡ് ഓൺ പേപ്പർ. അതായത് നമ്മുടെ ആ പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ, സെല്ലുലോസിനകത്ത് വാട്ടർ, ഇത് സെല്ലുലോസ് ഫൈബേഴ്സിനുള്ളിൽ വാട്ടറിനെ അഡ്സോർബ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ആ പേപ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഓർഗാനിക് സോൾവെന്റ് ഇസ് ദി മൊബൈൽ ഫേസ്, അവർ കയറി പോകുന്നതാണ്, മൊബൈൽ ഫേസ് ആണ്. പേപ്പർ ഫൈബേഴ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ വാട്ടറും കൂടി വരുമ്പോഴാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് വരുന്നത്. സിലിക്ക ജെല്ല് നമ്മൾ കോളത്തിനും കോളം ക്രോമറ്റോഗ്രഫിക്കും TLCക്കും ആണ് സിലിക്ക ജെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ്, ദറ്റ് ഈസ് വാട്ടർ അഡ്സോർബ്ഡ് ഓൺ പേപ്പർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. സിയോളൈറ്റ്സ് ആർ കെമിക്കലി ഡാഷ്. നമ്മൾ എപ്പോഴും ഡെഫിനേഷൻ ആയിട്ട് തന്നെ പഠിക്കുന്നത് സിയോളൈറ്റ്സ് ആർ ഹൈഡ്രേറ്റഡ് അലൂമിനോ സിലിക്കേറ്റ്സ്. Therefore option A ആണ് ആൻസർ. The most effective method for removing particulate matter from industrial emission. ഇൻഡസ്ട്രിയൽ എമിഷൻ, നമ്മൾ കൊളോയിഡ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ട്. പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്? വലിയ ചിമ്മിനീസിൽ നമ്മളെന്താ കോട്രൽ പ്രസിപ്പിറ്റേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡ്സ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അട്രാക്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പം ഇതിന് താഴെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഉണ്ട്, ഫിൽട്രേഷൻ ത്രൂ ക്ലോത്ത്, അതുപോലെ ബേണിംഗ് അഗെയിൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ആഡിങ് മോർ വാട്ടർ വേപ്പർ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ആണ്. The oxidizer commonly used in solid rocket propellants. ഓക്സിഡൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് നൈട്രജൻ ഫ്യൂവൽ ആണ്, ഓക്സിഡൈസർ അല്ല. ലിക്വിഡ് ഹീലിയം ഇനേർട്ട് ഗ്യാസ് ആണ്, നമുക്കവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാർബൺ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ഓക്സിഡൈസർ ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പൊട്ടാസ്യം നൈട്രേറ്റ് ഇസ് ദ ആൻസർ. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് റോക്കറ്റ് പ്രൊപ്പല്ലൻസ്, സോളിഡ് റോക്കറ്റ് പ്രൊപ്പല്ലൻസിൽ ഓക്സിഡൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. In a 1D particle in a one-dimensional box, the boundary conditions നമ്മൾ പഠിക്കുന്നുണ്ട്.
that is V is equal to 0 inside, അതായത് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇൻസൈഡ് ദി ബോക്സ് 0 ആണ്, ബട്ട് ഔട്ട്സൈഡ് ദി ബോക്സ് അത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ 0 to L വരെയാണ് ഡിസ്റ്റൻസ് എങ്കിൽ അറ്റ് ദി വോളിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ അറ്റ് ദി വോൾസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് 0 ആണ്. ദെയർഫോർ ദി വേവ് ഫംഗ്ഷൻ psi is equal to 0 അറ്റ് വോൾസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോക്സിൻ്റെ വോളുകളിൽ ഭിത്തികളിൽ നമുക്ക് പാർട്ടിക്കിൾസ് psi സ്ക്വയർ 0 ആണ്. ദറ്റ് മീൻസ് psi is ഓൾസോ 0 ആണ്. അപ്പം ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ് കേട്ടോ. ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് നിക്കൽ ഇൻ NiCO4. NiCO4 നമ്മളത് ഡയറക്റ്റ് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. NiCO4 എപ്പോഴും NiCO4ഉം NiCN2- നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ്. ദറ്റ് ഈസ് sp3 ആണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ദറ്റ് ഈസ് നിക്കൽ ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. 4s2 3d8 ആണ് വരുന്നത്. ദറ്റ് ഈസ് 3d. ബട്ട് നമ്മുടെ ഈ കാർബണിൽ എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൺസ് റൂൾ അനുസരിച്ചല്ല നമ്മളിവിടെ പെയർ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3d 4s 4p. ഇപ്പോൾ നമ്മൾ 1 2 സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പെയറപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. 3 4 5 6 7 8. ബട്ട് 4s 2 ഇലക്ട്രോൺസ് കൂടെ ഇപ്പുറത്തേക്ക് ചാടും, 3dയിലേക്ക് ചാടും. അപ്പോൾ നമുക്ക് ഒഴിവുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 4sഉം 3 4pയും ആണ്. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. Identify the incorrect statement regarding Hund's rule of maximum multiplicity. ഹൺസ് റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ഡീജനറേറ്റ് ഓർബിറ്റൽസ് സിംഗ്ലി ബിഫോർ പെയറിംഗ്. അത് ശരിയല്ലേ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹൺസ് റൂൾ അനുസരിച്ച് ആദ്യം ഓരോരുത്തർ ഫില്ല് ചെയ്തിട്ടേ നമ്മൾ പെയർ ചെയ്യുള്ളൂ. ദെൻ അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. ഓൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഹാവ് പാരലൽ സ്പിൻ. അങ്ങനെയല്ലേ നമ്മളിപ്പം ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക, അല്ലാതെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുണ്ടോ? ഇല്ല. അതായത് എല്ലാവർക്കും ഒരേ പോലെയാണ്, അതായത് പാരലൽ സ്പിന്നാണ്. അപ്പം ബിയും ശരിയാണ്. Then pairing starts only after all degenerate orbitals are half-filled. Half-filled എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഓർബിറ്റൽ സബ്ഷെല്ലുകളും സിംഗിളി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പെയറിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും ഓപ്ഷൻ സിയും ശരിയാണ്. Then electrons in degenerate orbitals may have opposite spin before half filling. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ അറേഞ്ച്മെന്റ് നമ്മൾ നടത്തുവോ? ഇല്ല. എല്ലാവർക്കും പാരലൽ സ്പിൻ ആണ്. അവിടെ നമുക്ക് ഓപ്പോസിറ്റ് സ്പിൻ വരില്ല. അതുകൊണ്ട് ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Then next question. Among the following compounds, intramolecular hydrogen bonding. Question നല്ലോണം നോക്കിക്കോണേ. ഇന്റർമോളിക്കുലർ അല്ല ചോദിച്ചിരിക്കുന്നത്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ വാട്ടർ പഠിക്കുന്നുണ്ട്. വാട്ടർ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുള്ള മോളിക്യൂളാണ് വാട്ടർ. അതേപോലെ തന്നെയാണ് എഥനോളും എന്താണ്? ഇന്റർമോളിക്കുലർ ആണ്. ദെൻ വാട്ട് അബൌട്ട് ഓർത്തോനൈട്രോഫിനോൾ? നമ്മൾ ഓർത്തോനൈട്രോഫിനോൾ ആണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇവിടുത്തെ ഇങ്ങനെയാണ് ഇൻട്രാമോളിക്കുലർ വരുന്നത്. ദെൻ സാലിസിൽ ആൽഡിഹൈഡ് സ്ട്രക്ചർ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കതിൽ ഡബിൾ ബോണ്ട് ആണോ അതോ ഇന്റർ ആണോ എന്ന് ദിസ് ഇസ് ദി സാലിസിൽ ആൽഡിഹൈഡ്. അപ്പം ദറ്റ് ഈസ് സാലിസിൽ ആൽഡിഹൈഡ് ആണ്. അപ്പോൾ സാലിസിൽ ആൽഡിഹൈഡിൽ നമുക്ക് എന്ത് പോസിബിൾ ആണ്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. അപ്പം 3യിലും 4യിലുമാണ് നമുക്ക് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ. The bond order of the O2, N2, F2.
മോളിക്യൂൾസ് അക്കോർഡിംഗ് ടു MO തിയറി. MO തിയറി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓക്സിജനും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്, നൈട്രജനും നൈട്രജനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ്, ഫ്ലോറിനും ഫ്ലോറിനും തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. Therefore the bond order is oxygen, for oxygen 2 and for nitrogen is 3 and finally for fluorine is 1. That is 2, 3, 1. That option, correct option എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്. Using the Landé's equation, the magnetic moment mu for Fe2+, that is 3d6 in Bohr magnetron. നമുക്ക് 3d6 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം 3d6 അതായത് Fe2+, 4s2 3d6 ആണ്, 2+ ആകുമ്പോൾ 4s ഇലക്ട്രോൺസ് പോകും. ബാക്കി 3d6 എങ്ങനെ ഫിൽ ചെയ്യുന്നത്? 1 2 3 4 5 6 we have 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു n+2 വേർ n ഈസ് ദി നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ആണ്. therefore സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 6 ദാറ്റ് ഈസ് 24. അപ്പോൾ 24 എന്ന് പറഞ്ഞാൽ അടുത്ത സ്ക്വയർ റൂട്ട് ഏതാ? 25ന്റെ 5 ആണ് അല്ലേ. നമുക്ക് 25 ഇല്ല. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 4 പോയിന്റ് സംതിങ് ആണ്. ദാറ്റ് ഈസ് 4.9. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. According to VSEPR theory, the shape and hybridization of the central sulfur atom in SF4 molecule. SF4 മോളിക്യൂൾ നമ്മൾ SF6 നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒക്ടാഹെഡ്രൽ ഷേപ്പും sp3d2. ബട്ട് SF4 വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണ്? നിങ്ങൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ ലോൺ പെയർ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ അല്ല. ഓക്കെ, അപ്പോൾ ടെട്രാഹെഡ്രലും നോർമലി നമ്മൾ AB4 ടെട്രാഹെഡ്രലോ അല്ലെങ്കിൽ സ്ക്വയർ പ്ലനാറോ വരും. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ sp3 വരും, സ്ക്വയർ പ്ലനാർ ആണെങ്കിൽ dsp2. ബട്ട് SF4 നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ലോൺ പെയർ വരുന്നുണ്ട്. ആൻഡ് ഇത് നമ്മൾ കാണാതായിട്ട് പഠിക്കുന്നതാണ്. SF4ന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സീസോ ഷേപ്പ് ആണ് കേട്ടോ. ദിസ് ഇസ് ദി സ്ട്രക്ചർ ഫോർ SF4, ദറ്റ് ഈസ് സീസോ ഷേപ്പ് വിത്ത് sp3d ഹൈബ്രിഡൈസേഷൻ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മാച്ച് ദി ഫോളോയിങ്. നമ്മൾ ഓറും അതിൻ്റെ മെറ്റലും. സിനബാർ എന്ന് പറയുന്നത് ആരുടെ മെറ്റൽ, ആരുടെ ഓറാണ്? ദറ്റ് ഈസ് ഫോർ മെർക്കുറി. ഗലീന എന്നുള്ളത് ലെഡിൻ്റെയാണ്. ബോക്സൈറ്റ് എന്നുള്ളത് അലൂമിനിയത്തിൻ്റെയാണ്. പിച്ച് ബ്ലെൻഡ് ഫോർ യുറേനിയം. അതായത് A2 B1 C4 ആൻഡ് D3. അതേതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The half-life of a radioactive isotope is 10 days. What is the fraction of the isotope remaining after 50 days? അപ്പോൾ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദി ഫ്രാക്ഷൻ അറ്റ് ഇത്ര ടൈം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ദി n0 ഇനിഷ്യൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ 2n എന്നാണ് പഠിക്കുന്നത്. വേറെ n ഈസ് ദി നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്. ഹാഫ് ലൈഫ് 10 ആണ്. 10 ൽ 50 വരുമ്പോഴത്തേക്കിന് എത്ര ഹാഫ് ലൈഫുകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും? 50/10 ദറ്റ് ഈസ് 5 ആണ്. അപ്പം n ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ NT/N0 എന്ന് പറഞ്ഞാൽ 1/2n ദാറ്റ് ഈസ് 1/2⁵. എത്രയാണ്? 2 × 2 × 2 × 2 × 2 ദാറ്റ് ഈസ് 1/32 ആണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്. In the uranium radioactive disintegration series, the stable end product formed. നമ്മൾ 4 റേഡിയോആക്റ്റീവ് ഡീകേ സീരീസ് പഠിച്ചിരുന്നു അല്ലേ. അതിൽ യുറേനിയത്തിൻ്റെ സ്റ്റേബിൾ നമ്മൾ അന്ന് തന്നെ എടുത്ത് പറഞ്ഞതാണ്. നമുക്ക് ഓരോ സീരീസും അതിൻ്റെ എൻഡ് പ്രോഡക്റ്റും വേണം എന്നുള്ളത്. അപ്പം യുറേനിയത്തിൻ്റെ എൻഡ് പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് അല്ല സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് Lead-206 ആണ് ഫൈനൽ പ്രോഡക്റ്റ്. അതുപോലെ സ്റ്റേബിൾ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസുമാണ്. The nuclear reaction nitrogen 714 plus alpha particle gives oxygen 817 plus hydrogen അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ നൈട്രജൻ 714 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ ആറ്റം ആണ്.
അതിനകത്തേക്ക് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹൈഡ്രജനും നോർമലാണ് അല്ലേ, പ്രോട്ടിയമാണ്. ബട്ട് ഇവിടുത്തെ ഓക്സിജന്റെ പ്രത്യേകത എന്താ? ദിസ് ഇസ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. കാരണം O816 ആയിരുന്നു നോർമലി, അതല്ല O817 ആണ്, റേഡിയോ ആക്റ്റീവ് ആണ്. അതായത് റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഒരാളെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ആണ്. വെറുതെ നൈട്രജൻ വെറുതെ ഇരുന്നാൽ ഇങ്ങനെ നടക്കുമോ? ഇല്ല. അതായത് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി നമ്മളൊന്നും കൊടുക്കാതെ വെറുതെ ഇങ്ങനെ ആൽഫ ബീറ്റ ഗാമ പാർട്ടിക്കിൾസ് പോകണം. ന്യൂക്ലിയർ ഫിഷനോ ഫ്യൂഷനോ അല്ല. മാച്ച് ദി ഫോളോയിങ് റിഫൈനിങ് മെത്തേഡ്സും ഏത് മെറ്റൽസ് ആണെന്നുള്ളതും. മോൺസ് പ്രോസസ് ആർക്ക് വേണ്ടിയിട്ടാണ്? മോൺസ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ നിക്കലിന് വരുന്നത് വാനറക്കൽ മെത്തേഡ് ടൈറ്റാനിയം അല്ലെങ്കിൽ സിർക്കോണിയം ആണ്. സോൺ റിഫൈനിങ് ആർക്കാണ്? നമ്മുടെ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസുകളുടെ പ്യൂരിഫിക്കേഷൻ ആണ് സോൺ റിഫൈനിങ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽസുകൾക്കാണ്. അപ്പം A2, B1, C3 ആൻഡ് D4. ഓപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് മാച്ച് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. In the Born-Haber cycle, for the formation of sodium chloride, the following steps are involved. നമ്മൾ Born-Haber cycle sodium chloride formation നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് സബ്ലിമേഷൻ, സോഡിയം സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, അയണൈസേഷൻ എനർജി, then dissociation of chlorine, electron affinity of chlorine, and finally the formation of sodium chloride from its constituent ions. Which of the above steps is endothermic? What do you mean by endothermic reaction? Endothermic എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി ആവശ്യമായിട്ട് വരുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി അല്ലേ, നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന എനർജി എല്ലാം പോസിറ്റീവായിട്ടായിരിക്കും. എൻഡോതെർമിക് ആയിട്ടുള്ള എനർജി നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ എടുക്കുക. സിസ്റ്റം റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുക. ദാറ്റ് ഈസ് ദി എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 5 പ്രോസസ്സിൽ ഏതിനാണ് എനർജി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? യെസ്, ഒന്നാമത് സബ്ലിമേഷൻ നോക്കിക്കുക. സോളിഡ് ഗ്യാസ് ആവുക, ഗ്യാസിന് എനർജി കൂടുതലാണ്. അപ്പൊ നമ്മൾ എനർജി കൊടുത്തെങ്കിൽ അവർക്ക് ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആവത്തുള്ളൂ. ഫോർ സബ്ലിമേഷൻ എന്ത് എനർജി ആവശ്യമാണ്. സബ്ലിമേഷൻ എൻഡോതെർമിക് ആണ്. ഇതിനടുത്തത് അയണൈസേഷൻ എനർജി. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എനർജി കൊടുത്തുകൊണ്ടിട്ടാണ് ഇലക്ട്രോണിനെ വെളിച്ചാടിക്കുന്നത്. കാരണം വെളിച്ചാടുന്ന ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള എനർജി വേണം, അത് നമ്മൾ കൊടുക്കണം. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ത് തന്നെയാണ്? എൻഡോതെർമിക് ആയിട്ടുള്ള ഇതാണ്. ദെൻ ഡിസോസിയേഷൻ അല്ലെ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എനർജി കൊടുത്തേ പറ്റുള്ളൂ. ദെൻ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ഈസ് ആഡഡ് ഇൻ ടു എ ഗേഷ്യസ് ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ആണ്. അപ്പം ഭയങ്കര എനർജിയിലുള്ള ഒരു ഇലക്ട്രോണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ പരിധിയിലേക്ക് പോകുമ്പോൾ അതിന്റെ എനർജി കളയുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് എക്സോതെർമിക് ആണ്. അതുപോലെ തന്നെ ലാറ്റിസ് എനർജി അതും എന്ത് തന്നെയാണ്? നെഗറ്റീവ് ആണ്, എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 4, 5 ലാസ്റ്റ് 2 എക്സോതെർമിക്കും ആദ്യത്തെ 3 എൻഡോതെർമിക്കും. അപ്പം 1, 2, 3 ആണ് നമ്മുടെ എൻഡോതെർമിക് റിയാക്ഷൻസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Then next option, next question. Which of the following statements about de Broglie hypothesis is incorrect? de Broglieയുടെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റ്? അപ്പോൾ de Broglie എന്ന് പറഞ്ഞാൽ de Broglie വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ lambda is equal to h/mv ആണ് അല്ലേ. All moving particles have a wavelength associated with them. ശരിയാണ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ വേവ് ലെങ്ത് ആണ് de Broglie വേവ് ലെങ്ത്. de Broglie വേവ് ലെങ്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മാസ് ആണോ? അല്ല, മാസും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ മാസ് കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുവാണ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് തെറ്റ് വരുന്നത്. ബാക്കി ഓപ്ഷൻ നോക്കിക്കേ. de Broglie വേവ് ലെങ്ത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി. ശരിയല്ലയോ? കാരണം വെലോസിറ്റി ഡിനോമിനേറ്ററിൽ കിടക്കുവാണ്. ലാംഡയും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ദി കൺസെപ്റ്റ് നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അല്ലെ, വേവ് ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് മാറ്ററുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബി ആണ് തെറ്റ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. Next question. The correct set of 4 quantum numbers n,
LMS. For a 31st electron, അല്ലെ 31st എലമെന്റ് ഗാലിയത്തിന്റെ 31st എലമെന്റ് ആണ്. അപ്പോൾ ഗാലിയം ആണ്, അറ്റോമിക് നമ്പർ 31. അപ്പോൾ ഗാലിയം എന്ന് പറയുന്നത് ആരുടെ താഴെ വരുന്നതാണ്? ബോറോൺ ഫാമിലിയിൽ വരുന്നതാണ് അല്ലെ. ബോറോൺ, അലൂമിനിയം, ഗാലിയം അല്ലെ. അതായത് ഗാലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാലാമത്തെ പീരീഡ്, ഇത് രണ്ടാമത്തെ പീരീഡ്, മൂന്നാമത്തെ പീരീഡ്, നാലാമത്തെ പീരീഡിൽ വരുന്നതാണ്. നമുക്ക് ബോറോൺ ഫാമിലിയുടെ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? NS2 NP1 എന്നാണ്. ഫോർ ഗാലിയം ഇറ്റ്സ് 4s2 4p1 ആണ്. അപ്പോൾ 31st എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 4p1 ആണ്. കാരണം ഗാലിയം പി ബ്ലോക്ക് എലമെന്റ് ആണ്. ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഓർ ദി വാലൻസ് ഇലക്ട്രോൺ എൻറ്ററിങ് ഇൻ ടു ദി പി സബ്ഷെല്ലാണ്. അപ്പോൾ 31st എലമെന്റ് എന്നുള്ളത് എവിടെയാണ് എൻ്റർ ചെയ്യുക? ദാറ്റ് ഈസ് 4p ആണ്. അപ്പോൾ 4p ആണെങ്കിൽ N=4 ആൻഡ് പിയുടെ എൽ വാല്യൂ എത്രയാണ്? 1 ആണ്. എൽ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ എമ്മിന് ഏതൊക്കെ പോസിബിൾ ആണ്? -1 0 +1. then S=+or -half. ഈ ഇത്രയും വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടോ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. N=3 വരുന്ന എയും അല്ല ഡിയും അല്ല. then N=4 വരുന്ന ബിയും ഉണ്ട് സിയും ഉണ്ട് അല്ലെ. then എൽ വാല്യൂ എന്താ? L 0 കൊടുത്തിട്ടുണ്ട്. L 0 ആണോ? അല്ല. L=1 ആണ്. എമ്മിന്റെ വാല്യൂ -1 വരാം. -1ഓ 0ഓ +1ഓ വരാം. then spin is +half ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. What will be the change in entropy of 2 moles of an ideal gas expanding to 10 times of its volume at 27 degrees Celsius? അല്ലെ, എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് RnRln V2/V1 ആണ് അല്ലെ. n എത്രയാണ്? 2, R 8 ജൂൾ പെർ കെൽവിൻ അല്ലേ. അപ്പോൾ 8.314 ln ഫൈനൽ വോളിയം 10/10V/V അല്ലെ. അപ്പോൾ 2 × 8.314 ലോഗിനെ എല്ലിനെ നമുക്ക് ലോഗരിതത്തിലോട്ട് മാറ്റണമെങ്കിൽ 2.303. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഏകദേശം അറൗണ്ട് 3.29, ദാറ്റ് ഈസ് 3.3 ജൂൾ പെർ കെൽവിൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. Based on the reaction, 2SO2 plus O2 reversibly gives SO3 plus ആണ്. that is exothermic reaction ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. what is the condition which favor the decomposition of SO3? അപ്പോൾ decomposition of SO3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്, റിവേഴ്സ് റിയാക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പം ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷനാണ്. അതായത് SO3 ഡീകമ്പോസ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ എനർജി കൊടുത്താലും മതി, എനർജി കൂടുതൽ കൊടുത്താൽ മതി. എനർജി കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും? അത് കൂടുതൽ യൂസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സിസ്റ്റം നോക്കും. ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? അതിന് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ടെമ്പറേച്ചറിനെ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണ്? ഡീകമ്പോസിഷൻ ഓഫ് SO3 ആണ്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് SO3 നമ്മൾ ഫേവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂട്ടിക്കൊടുക്കണം. കൂട്ടിക്കൊടുക്കുമ്പോഴാണ് എൻഡോതെർമിക്ക് ഫേവർ ചെയ്യുന്നത്. ഇനി പ്രഷറിന്റെ കാര്യം നോക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ 3 നമ്പർ ഓഫ് മോൾസും ഇപ്പുറത്ത് 2 നമ്പർ ഓഫ് മോൾസും ആണ്. അപ്പൊ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 3ലേക്ക് വരിക, അതായത് നമ്പർ ഓഫ് മോൾസ് കൂടുന്നിടത്തേക്ക് പോവുക. അപ്പം നമ്പർ ഓഫ് മോൾസ് കൂടുന്നിടത്തേക്ക് പോവുകയാണെങ്കിൽ പ്രഷറിൽ നമ്മൾ എന്ത് വേരിയേഷൻ വരുത്തണം? പ്രഷർ നമ്മൾ അവിടെ കുറയ്ക്കണം അല്ലേ. അപ്പോൾ ഡീകമ്പോസിഷൻ നമുക്ക് ഫേവർ ചെയ്യുന്ന ഡീകമ്പോസിഷൻ ഫേവർ ചെയ്യുന്നത് ഏതാണ്? അറ്റ് ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആണ്. therefore ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. The next question, choose the wrong relationship among the following. നമ്മുടെ KC KP KI തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലെ. നമുക്ക് റിലേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? KP = KC × RT raised to ΔN. അതുപോലെ മോൾ ഫ്രാക്ഷൻ ആയിട്ടുള്ളത് എങ്ങനെയാണ്? KI × P raised to ΔN.
അല്ലേ? അപ്പം അങ്ങനെ ആകുമ്പോൾ രണ്ട് സൈഡിലും കെ പി ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്യാമല്ലോ. കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു കെ കൈ ഇൻറ്റു പി റേസ് ടു ഡെൽറ്റ എൻ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഒന്നാമത്തത് ശരിയാണല്ലോ, അത് ശരിയാണ്. ദെൻ ഓപ്ഷൻ ബി നോക്കിക്കേ, നമ്മൾ കെ പി ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് കെ കൈ എഴുതാമല്ലോ. കെ കൈ ഇസ് ഈക്വൽ ടു കെ പി ബൈ പി റേസ് ടു ഡെൽറ്റ എൻ അല്ലേ? അപ്പം ഡെൽറ്റ എൻ മേളിൽ പോകുമ്പോൾ അങ്ങനെ ഒരു പി റേസ് ടു മൈനസ് ഡെൽറ്റ എൻ എന്ന് വരും. അപ്പോൾ ബി ഓപ്ഷനും ശരിയാണ്. കെ പി ഇസ് ഈക്വൽ ടു ദെൻ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു പി വി ബൈ എൻ ഇൻറ്റു ഡെൽറ്റ എൻ. അത് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിലല്ലേ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ആർ ടിക്ക് പകരം ആർ ടി ഇസ് ഈക്വൽ ടു പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി അല്ലേ? അപ്പോൾ ആർ ടിക്ക് പകരം നമുക്ക് പി വി ബൈ എൻ എന്നിട്ട് കൊടുക്കാം. അപ്പോൾ മൂന്നാം സിയും ശരിയാണ്. തെറ്റ് ഏതാണ്? നമുക്കിവിടെ വോളിയം അല്ല, അതായത് മോൾ ഫ്രാക്ഷനും പ്രഷറും തമ്മിലുള്ള കെ പിയും കെ കൈയും തമ്മിൽ നമുക്ക് പ്രഷറാണ് വരുന്നത്, വോളിയം അല്ല. അപ്പം തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. In a reaction between A and B, doubling A quadruples the reaction rate, tripling B makes the rate 1/3 of its original value. What will be the overall order? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ നോർമലി നമ്മളുടെ എയും ബിയും ചേർന്നിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ദി റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു എൻ എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ എയുടെ കോൺസെൻട്രേഷൻ എയിൽ നിന്നും 2A ആക്കിയപ്പോൾ ഡബിളിങ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ റേറ്റ് എന്തായിട്ട് മാറി? ക്വാഡ്രപ്പിൾ ചെയ്തു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? അതായത് 2 റേസ് ടു എം എന്നുള്ളത് നമുക്ക് എന്തായത് ഡബിൾ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 4 ആയിട്ട് മാറി. അതായത് ഈ എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എം ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടുമല്ലോ. ഇനി അതേപോലെ ബിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ബിയിൽ നിന്നും 3 ടൈംസ് 3B ആക്കി മാറ്റിയപ്പോൾ റേറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറി? 1/3 ആയിട്ട് മാറി. അതായത് 3 റേസ് ടു എൻ എന്നുള്ളത് 1/3 ആയിട്ട് മാറി അല്ലേ? ഈ 1/3 എനിക്ക് എങ്ങനെ എഴുതാം? 3 റേസ് ടു -1 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ n is equal to -1. Then what about the order? Order is equal to m plus n ആണ്. m എന്ന് പറഞ്ഞാൽ 2 ആണ്, n എന്ന് പറഞ്ഞാൽ -1, that is 2 - 1 is 1. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following statement about fluorescence and phosphorescence are incorrect? അപ്പോൾ ഫ്ലൂറസെൻസ് എന്താണ്? ഫോസ്ഫോറസെൻസ് എന്താണ്? ഫ്ലൂറസെൻസ് എക്സൈറ്റഡ് സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതാണ് ഫ്ലൂറസെൻസ്. ഇവിടെ രണ്ടും സിംഗ്ലറ്റ് ആണ്. ദെൻ ഇത് ഫ്ലൂറസെൻസ് ആണ്. ദെൻ ഫോസ്ഫോറസെൻസ് എന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ നിന്നും ഇന്റർസിസ്റ്റം ക്രോസിംഗ് വഴിയിട്ട് നമുക്ക് ഇടയ്ക്കുള്ള അല്ലേ ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അതാണ് ഫോസ്ഫോറസെൻസ് എന്ന് പറയുന്നത്. ഫ്ലൂറസെൻസ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൂറസെൻസ് ഈസ് ദ പ്രോംപ്റ്റ് എമിഷൻ ഓഫ് എക്സൈറ്റഡ് സിംഗ്ലറ്റ് ടു എക്സൈറ്റഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അത് ശരിയാണ്. ദെൻ ഫോസ്ഫോറസെൻസ് ഈസ് എ ഡിലൈഡ് റേഡിയേറ്റീവ് എമിഷൻ ആണ്, ബട്ട് ഓഫ് സെയിം മൾട്ടിപ്ലിസിറ്റി. സെയിം മൾട്ടിപ്ലിസിറ്റി ആണോ? അല്ല. അപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കാരണം നമുക്കിവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി മാറുന്നുണ്ട്. സിംഗ്ലറ്റിൽ നിന്നും ഇന്റർസിസ്റ്റം ക്രോസിംഗ് വഴിയിട്ട് ട്രിപ്ലറ്റിലോട്ട് പോകുന്നുണ്ട്. ദെൻ ബോത്ത് ഇൻവോൾവ് ദി ഫോട്ടോൺ എമിഷൻ. ശരിയാണ്. ആഫ്റ്റർ ദി എക്സൈറ്റേഷൻ ഡിഫറിംഗ് ഓൺലി ഇൻ ദി സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ശരിയാണ്. ഫ്ലൂറസെൻസ് ആകുമ്പോൾ സിംഗ്ലറ്റിലോട്ട് വരുന്നു, ഫോസ്ഫോറസെൻസ് ആകുമ്പോൾ ട്രിപ്ലറ്റിലോട്ട് പോകുന്നു. ദെൻ ഫോസ്ഫോറസെൻസ് arises when the triplet state formed via intersystem crossing relaxes slowly to the സിംഗ്ലറ്റ് അല്ലേ? ഇവിടെ നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഇന്റർസിസ്റ്റം ക്രോസിംഗ് വഴി ട്രിപ്ലറ്റിലേക്ക് പോയിട്ട് താഴെ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതാണ് ഫോസ്ഫോറസെൻസ്. അപ്പം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. Which among the following is not an example of homogeneous catalysis? Homogeneous catalysis അല്ല. homogeneous എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റിയാക്റ്റന്റും പ്രോഡക്റ്റും കാറ്റലിസ്റ്റും സെയിം ഫേസ് ആയിരിക്കണം. അങ്ങനെ അല്ലാത്തത് ഏതാണ്? ആസിഡ് കാറ്റലൈസ്ഡ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. അതായത് ആസിഡ് ലിക്വിഡ് ആണ്, ഈഥൈൽ അസറ്റേറ്റ് ലിക്വിഡ് ആണ്. അപ്പോൾ ഇവര്
ഫുള്ളി ലിക്വിഡ് ആണ്. അപ്പം ആസിഡ് കാറ്റലിസ്റ്റും എല്ലാവരും സെയിം ഫേസ് ആണ്. അപ്പം എ ഹോമോജീനിയസ് ആണ്. ഡീകമ്പോസിഷൻ ഓസോൺ വിത്ത് NOx ഗ്യാസ് ആണ്, ഓസോണും ഗ്യാസ് ആണ്, എല്ലാവരും സെയിം ഫേസ് ആണ്, ഇതും ഹോമോജീനിയസ് ആണ്. ദെൻ ബ്രോമിനേഷൻ ഓഫ് എഥിലീൻ ഇൻ എ ഗ്ലാസ് വെസൽ, ദിസ് ഇസ് ദി ഹെട്രോജീനിയസ്. കാരണം ബ്രോമിനേഷൻ ഓഫ് എഥിലീൻ ഗ്യാസ് ആണ്, ഇവിടെ നമ്മൾ ഗ്യാസ് വെസലാണ്, അതായത് ഗ്ലാസ് വെസലാണ്, അതായത് അത് സോളിഡ് ആണ് അല്ലേ. അപ്പം ഡിഫറെന്റ് ഫേസ് ആണ്. ദിസ് ഇസ് ദി ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. ലാസ്റ്റ് ഒന്ന് നോക്കിക്കേ, ആസിഡ് കാറ്റലിസിസ് കൺവേർഷൻ സ്റ്റാർച്ച് ടു ഗ്ലൂക്കോസ്, എല്ലാവരും ലിക്വിഡ് ഫേസിലാണ്, അത് എല്ലാവരും ഹോമോജീനിയസ് ആണ്. ഇതിന്റെ അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഓൺ എ സോളിഡ് അഡ്സോർബന്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ്? അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എൻട്രോപ്പിയുടെ കാര്യം നോക്കാം. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഭയങ്കര ഡിസോർഡർ ഉള്ള ഗ്യാസ് സോളിഡിൽ വന്നിരിക്കുമ്പോൾ എൻട്രോപ്പി അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എൻട്രോപ്പി നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മുടെ അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് ΔH മൈനസ് T∆S, അതായത് ഈ ΔGന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. അപ്പം ΔS എന്തായാലും നെഗറ്റീവ് ആയി പോയി. അപ്പോൾ ഈ ΔGനെ ഓവറോൾ നെഗറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ΔH ഷുഡ് ബി എ ലാർജ് നെഗറ്റീവ് വാല്യൂ അല്ലെ, ഇതൊരു ലാർജ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. അപ്പം ΔH നെഗറ്റീവ്, ΔS നെഗറ്റീവ്, ΔG നെഗറ്റീവ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. യെസ്, ഓപ്ഷൻ ബി ΔS നെഗറ്റീവ്, ΔH നെഗറ്റീവ്. കാരണം ΔS നെഗറ്റീവ് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഗോൾഡ് നമ്പറിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ആണ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോഴും എടുത്ത് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു. ഇറ്റ് ഈസ് ദി മിനിമം വോളിയം ഓഫ് ഗോൾഡ് സോൾ ആണോ? അല്ല, ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആണ്. ദെൻ ഇറ്റ് ഈസ് ദി മിനിമം മാസ് ഓഫ് NaCl, അതും അല്ല. Then it is the minimum amount of protective gold in milligram. ഇവിടം വരെ ശരിയാണ്. Required to prevent the coagulation of 10 ml gold sol of 10 ml of 1% NaCl ആണോ? അല്ല, 1 ml of 10% NaCl. നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ എടുത്ത് പറയുന്നുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1 ml of 10% NaCl ആണ് അവിടെ വരുന്നത്. In the decomposition of calcium carbonate at constant temperature, the maximum number of phases which can coexist in the equilibrium. That is, decomposition of calcium carbonate എന്ന് പറയുന്നത് തന്നെ നോക്കിക്കേ, കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ഡിഫറെന്റ് ഫേസ് അല്ലേ, 3 ഡിഫറെന്റ് ഫേസ് ഇല്ലേ. ഇത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ്, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അനദർ സോളിഡ്, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗ്യാസ്. അപ്പം 3 ഡിഫറെന്റ് ഫേസ് ആണുള്ളത്. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ഓപ്ഷൻ 3 ആണ് വരിക. Therefore ഓപ്ഷൻ സി ആണ് ആൻസർ. During electrolysis, equal amount of electricity are passed through the solution of copper sulfate and silver nitrate. Which of the following statement is incorrect? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇൻകറക്റ്റ്? ഓപ്ഷൻ എ, more silver is deposited than copper. Option B, less silver is deposited than copper because copper ions are divalent and makes the deposition per ion higher. Then option C, less copper is deposited than silver because the atomic mass to charge ratio of copper is less than that of silver. And option D, the mass of deposited metal depends on both the number of electrons transferred per ion and the equivalent mass of the metal. ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമ്മുടെ ഫാരഡേ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? കോപ്പർ ഡിപ്പോസിറ്റഡ്, ദി എമൗണ്ട് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ സിൽവർ ഡിപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ the equivalent weight of copper divided by equivalent weight of silver എന്നാണ്. അപ്പോൾ equivalent weight എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കോപ്പർ എന്ന് പറയുമ്പം കോപ്പറിൻ്റെത് ഏകദേശം നമ്മുടെ അതിൻ്റെ മൊളാർ മാസ് എന്ന് പറയുന്നത് അറൗണ്ട് 63.5 ആണ്. അവിടെ നമ്മൾ കോപ്പർ 2+ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത് 31.75 ആണ്. അതേസമയം സിൽവർ ആകുമ്പോൾ 108 ആണ് മാസ്, അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 108 ആണ് ഇക്വലന്റ് വെയിറ്റ്. അപ്പോൾ ഇക്വലന്റ് വെയിറ്റ് കൂടിയ ആളായിരിക്കും കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിൽവർ ആയിരിക്കും നമുക്ക് കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോർ സിൽവർ ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, കോപ്പർ അവിടെ കുറവായിരിക്കും. ഇക്വലന്റ് മാസും ചാർജ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, മോർ സിൽവർ ആണ്. അതുപോലെ തന്നെ ലെസ് കോപ്പർ ആണ്. അതുപോലെ തന്നെ മാസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ചാർജ് ആൻഡ് ഇക്വലന്റ് മാസ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലെസ് സിൽവർ. ലെസ് സിൽവർ അല്ല, കോപ്പർ ആണ് കുറച്ച് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്.
The rate of diffusion of a gas is option A directly proportional to square root of pressure and inversely proportional to density. Directly proportional to the pressure and inversely proportional to square root of density. Directly proportional to the square root of pressure and inversely proportional to square root of density. Directly proportional to pressure and inversely proportional to density. നമുക്കിതിന് ഗ്രാംസ് റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്കിത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√m ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ പി വി ഇസ് ഈക്വൽ ടു NRT. ഇത് പ്രഷറും ഡെൻസിറ്റി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ദെൻ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് മൊളാർ മാസ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് M/V ഇൻറ്റു RT ബൈ പി ആണ്. മാസ് ബൈ വോളിയം ആണ് എന്ത് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു RT ബൈ പി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇസ് 1/√m ആണ്, വിച്ച് ഇംപ്ലൈസ് 1/√R/P ആണ്. ഓവറോൾ റോ ബൈ പി ആണ്. അപ്പം പി അങ്ങ് മേളിപ്പോൾ ദാറ്റ് ഈസ് R ഇസ് directly proportional to √P divided by √D. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പ്രഷർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് among the following is a path function? താഴെ കൊടുത്തിരിക്കുന്നവർ ഏതാണ് path function? Yes, it's W. Work is the path function. The others are the state functions. Option D ആണ് correct. Choose the correct IUPAC name of this compound. IUPAC name എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? CH3, CH2, CH3, CH 1, 2, 3, 4. അതായത് ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ. 4 കാർബൺ ഉള്ളത് ബ്യൂട്ടനാൽ ആണ്. രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് 2 മീഥൈൽ ബ്യൂട്ടനാൽ ആണ് കറക്റ്റ് IUPAC നെയിമിംഗ്. മാച്ച് ദി ഫോളോയിങ് ആണ്. പ്രൊപ്പനമീൻ ആൻഡ് N-methylamine. ദെൻ ഹെക്സാൻ 2-on ആൻഡ് ഹെക്സാൻ 3-on എന്താണ് പൊസിഷൻ ഐസോമർസും ആണ്. ഇത്തനമീഡ് ആൻഡ് ഹൈഡ്രോക്സി ഇത്തനമീഡ് ദറ്റ് ഈസ് ആൻഡ് ഓർത്തോനൈട്രോഫീനോൾ ആൻഡ് പാരാനൈട്രോഫീനോൾ. ഇവർ രണ്ടുപേരും പൊസിഷൻ ഐസോമേഴ്സ് ആണ്. 2ഉം 4ഉം പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ടില്ല. therefore none of these ആണ് ഇതിൻ്റെ ആൻസർ. കറക്റ്റ് നമുക്ക് എക്സാക്റ്റ് നമുക്ക് ഒരു ആൻസർ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല നമുക്ക് സെക്കൻഡ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. therefore none of these ആണ് ആൻസർ. Resonance structure of the molecule does not have. Resonance structure ആകുമ്പോൾ ഐഡന്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണ് അല്ലേ. ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് ശരിയാണ്. സെയിം എനർജിയാണ് എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സുകൾക്കും. ഓൾമോസ്റ്റ് കമ്പയറബിൾ എനർജിയാണ്. അതുപോലെ സെയിം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ബട്ട് ദി ഐഡന്റിക്കൽ ബോണ്ടിങ് മാറും അല്ലേ. ഇപ്പോൾ 1ഉം 2ഉം തമ്മിലാണ് ഡബിൾ ബോണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നിമിഷം നോക്കുമ്പോൾ 2ഉം 3ഉം തമ്മിലായിരിക്കും. അപ്പോൾ ദേ ഹാവ് ദി ഡിഫറെന്റ് ബോണ്ടിങ് ആണ്. അപ്പോൾ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. Which among the following has the highest nucleophilicity? Nucleophilicity എന്ന് പറയുമ്പോൾ ഇലക്ട്രോണെ പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു കഴിവാണ്. ഓക്കെ, അതും നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റീവ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആറ്റങ്ങൾ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ആണ്. ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ, ദാൻ നൈട്രജൻ ആൻഡ് ദാൻ കാർബൺ. അതായത് ഇവർ കൂടുതൽ ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ദേ ആർ മോർ ഇലക്ട്രോഫിലിസിറ്റി. ഇലക്ട്രോണെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാർബൺ വരുന്ന ആളല്ലേ ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്, അതായത് അതിന് ഇലക്ട്രോണെ കൊടുക്കാനാണ് ടെൻഡൻസി കൂടുതൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിലിസിറ്റിയുടെ ഓർഡർ ഇങ്ങനെ ഒരു CH, NH, OH ആൻഡ് FH അല്ലേ. ഇങ്ങനെ ആയിരിക്കും ഓർഡർ വരുന്നത്. അതിൽ തന്നെ നമുക്ക് CH3 മൈനസ് ആയിരിക്കും മോർ ന്യൂക്ലിയോഫിലിസിറ്റി കൂടുതൽ ആർക്കാണ്? CH3 മൈനസിന്. ദി മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്
കൂടുതൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നൈട്രോബെൻസീൻ ആണോ വരുന്നത്? നൈട്രോബെൻസീൻ എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പാണ്. ഇറ്റ്സ് മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ റിങ്ങിലുള്ള ഇലക്ട്രോണെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല, ഇലക്ട്രോഫൈലിന് കൊടുക്കാനായിട്ട് ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല. അപ്പോൾ നൈട്രോബെൻസീൻ വരില്ല. ദെൻ വാട്ട് അബൌട്ട് അനിലിൻ? അനിലിൻ ആണ് ആൻസർ വരുന്നത്. ബിക്കോസ് അനിലിൻ എന്ന് പറഞ്ഞാൽ NH2 ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് അല്ലേ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പോൾ ഇതും കൂടി ഇലക്ട്രോണിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ദി റിങ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോർ ഫേവറബിൾ ആണ് അനിലിൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ദെൻ അനിലിൻ ഹൈഡ്രോക്ലോറൈഡ് NH3+Cl- എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ് വരുന്നത്. അനിലിൻ പോലെയല്ല, HCl കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ് വരുന്നത്. അതുപോലെ N-അസറ്റൈൽ അനിലിൻ, അതായത് നൈട്രജനോടൊപ്പം നമുക്കൊരു CO ഗ്രൂപ്പാണ് വരുന്നത്. അതായത് ഈ CO ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ നൈട്രജന്റെ ഇലക്ട്രോണിനെ ഇതായിരിക്കും, ഇങ്ങോട്ടായിരിക്കും, CO ഗ്രൂപ്പിലേക്കായിരിക്കും റെസൊണൻസിൽ ഏർപ്പെടുക, റിങ്ങിലേക്ക് പോകില്ല. അപ്പോൾ ബാക്കി 3 പേരും നമുക്ക് ഇലക്ട്രോൺ ഒരു വിഡ്രോയിങ് എഫക്റ്റ് ആണ്. അനിലിൻ മാത്രമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ്, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ള ആളാണ്, ആ ആളായിരിക്കും നമ്മുടെ മോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് മോർ ഫേവറബിൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. Which of the following is aromatic? Aromatic ആരാണ്? സൈക്ലോപെൻറ്റ ഡൈഇനൈൽ ആനയോൺ, സൈക്ലോപെൻറ്റ ഡൈഇനൈൽ കാറ്റയോൺ, സൈക്ലോബ്യൂട്ടഡൈനൈൽ ആനയോൺ ആൻഡ് സൈക്ലോഹെപ്റ്റാട്രൈനൈൽ ആനയോൺ. നമ്മളിവിടെ പഠിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യണം. 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാരാണ്? ഓപ്ഷൻ എ ആണ് സൈക്ലോപെൻറ്റ ഡൈഇനൈൽ ആനയോൺ. The catalyst used for the polymerization of olefins ഏതാണ്? It is a Ziegler-Natta catalyst. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദി സ്വീക്കൻസ് ഇൻ ദി ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിക് ആസിഡിന്റെ അകത്ത് നമ്മുടെ സ്വീക്കൻസ് ഏതാ വരുന്നത്? ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് ആയിരിക്കും ഏറ്റവും ഉള്ളിൽ വരിക അല്ലെ. ബേസ് ആണ് മറ്റൊരു ബേസ് ആയിട്ട് അപ്പുറത്തെ സ്ട്രാൻഡുമായിട്ട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഫോം ചെയ്യുന്നത്. ബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരായിരിക്കും? ഒരു ഷുഗർ ആണ്, പെൻഡോസ് ഷുഗർ ആണ്. ദെൻ അത് ഇപ്പുറത്തെ ബാക്ക് ബോൺ ആരായിട്ട് വരുന്നത്? ഫോസ്ഫേറ്റ് ആണ് വരുന്നത് അല്ലെ. ബേസ് ഏണിയാണ്, ഏണിയുടെ പടികളാണ്, അത് അകത്താണ് വരുന്നത്. ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ ഇപ്പുറത്തെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. രണ്ടരം കണക്ട് ചെയ്യുന്ന പെൻഡോസ് ഷുഗർ. അപ്പം ഫോസ്ഫേറ്റ് പ്ലസ് പെൻഡോസ് പ്ലസ് ബേസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദി വൈറ്റമിൻ ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് നൈട്രജൻ ആൻഡ് സൾഫർ, വൈറ്റമിൻ എ ആണോ? വൈറ്റമിൻ B1 ആണോ? B12 ആണോ? വൈറ്റമിൻ സി ആണോ? ഇറ്റ്സ് വൈറ്റമിൻ B1. ഇതിന്റെ പേര് തന്നെ എന്താണ്? തയമീൻ എന്നാണ്. അപ്പൊ തയോയും അമീനും ഉണ്ട്. തയോ എന്ന് പറയുന്നത് സൾഫർ, അമീൻ എന്ന് പറയുന്നത് നൈട്രജൻ. അപ്പം ഓപ്ഷൻ ബി തൈമിൻ ആണ് സൾഫറും നൈട്രജനും ചേർന്ന് വരുന്നത്. വിച്ച് അമംഗ് ദി ഫോളോയിങ് എക്സിബിറ്റ് സ്റ്റീരിയോ ഐസോമറിസം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റീരിയോ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റീരിയോ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കൈറൽ കാർബൺ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ സ്ട്രക്ചർ വരച്ചു നോക്കണം. ബ്യൂട്ടീൻ, 2-methyl ബ്യൂട്ടീൻ ആണ് അല്ലെ. CH2 then CH3. ഇതിൽ നമുക്ക് കൈറൽ കാർബണുകൾ ഒന്നും തന്നെ ഇല്ല, കാരണം 4 വാലൻസി ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിരിക്കണം. ദെൻ 2-methyl ബ്യൂട്ടൈൻ ആണോ നോക്കിക്കേ. ബ്യൂട്ടൈൻ 3-methyl CH2 അല്ല 1 2 3 ദെൻ CH3 അല്ല, ഇവിടെ നമുക്ക് 2 സെയിം ഗ്രൂപ്പ് കിടപ്പുന്നുണ്ട്, അപ്പം അതുമല്ല. ദെൻ 3-methyl ബ്യൂട്ടനോയിക് ആസിഡ് CH2 CH3 CH3H. ഇവിടെ നമുക്ക് എന്ത് വരുന്നില്ല? ഇവിടെ CH3 2 സെയിം ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, അപ്പം ഇതുമല്ല. ദെൻ വാട്ട് അബൌട്ട് 2-methyl ബ്യൂട്ടനോയിക് ആസിഡ് COOH 2-methyl അല്ലേ, രണ്ടാമത്തെ കാർബണില് മീത്തൈൽ, ഇവിടെ ഹൈഡ്രജന്, ഇപ്പുറത്തൊരു CH2 CH3 അല്ലേ, ദാറ്റ് ഈസ് C2H5. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കാർബൺ, രണ്ടാമത്തെ കാർബൺ എന്ന് പറഞ്ഞാൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ്. ദിസ് ഇസ് ദി സ്റ്റീരിയോജനിക് സെന്റർ. ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ഐസോമർ, കൈറൽ കാർബൺ ഉള്ളത് അതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. The extraordinary stability of carbon-carbon bond in organic compound is primarily due to carbon-carbon bond
എക്സ്ട്രാ സ്റ്റെബിലിറ്റിയുടെ കാരണം എന്താണ്? ഹൈ ബോണ്ട് എൻതാൽപ്പി റിസൾട്ടിങ് ഫ്രം ദി PP ഓവർലാപ്പിംഗ്, ദെൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓൾ കാർബൺ ബോണ്ട് ആൻഡ് ഹൈ പൊളാരിറ്റി. ആൻസർ ഏതാണ്? PP ഓവർലാപ്പിംഗ്. ദാറ്റ് ഈസ് ദി എഫക്റ്റീവ് PP ഓവർലാപ്പിംഗ് ആണ്. Then the last one is the hybridization of carbon atoms in CC single bond in the compound. നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് ഇതാണ് കേട്ടോ. CH ട്രിപ്പിൾ ബോണ്ട് C, CH ഡബിൾ ബോണ്ട് CH2 ആണ്. സോറി, CH. ഇതാണ് നമ്മളുടെ ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഹൈബ്രിഡൈസേഷൻ ഈ CC ബോണ്ട്, CC സിംഗിൾ ബോണ്ടിന്റെ രണ്ടുപേരുടെ കാർബൺ, ഈ കാർബൺ ഒന്നാമത്തെ ഈ ഒരു കാർബൺ നോക്കിക്കുക, ഈ കാർബണിന് ട്രിപ്പിൾ ബോണ്ടാണ്, ദെയർഫോർ ഇത് sp ഹൈബ്രിഡൈസേഷൻ. ഈ കാർബൺ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിലാണ്, ദാറ്റ് ഈസ് sp2. അപ്പം ആദ്യത്തെ കാർബണിന്റെ spയും രണ്ടാമത്തത് sp2മാണ്. അത് ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ C ആണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ്. ഏകദേശം 65% കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോമൺ വരുന്നുണ്ട്, ഫിസിക്സ് ആരും കോമൺ വരുന്നുണ്ട്. അത്യാവശ്യം എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇത്തിരിയെങ്കിലും ഒരു മോഡറേറ്റ് ലെവലിൽ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം ഈസി ക്വസ്റ്റ്യൻസുകളായിരുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.